ശ്രീ പി വി അൻവർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം തന്നെ. ഗുഡ് മോർണിംഗ് ശ്രീ പി വി അൻവർ. ഗുഡ് മോർണിംഗ് അരുൺ. ഞാനൊരൊറ്റ വാചകത്തിൽ ചോദിക്കട്ടെ, പി വി അൻവർ നയിക്കുന്ന ഈ പോരാട്ടത്തിന് പാർട്ടിയുടെ പച്ചക്കൊടി കിട്ടിയോ? ഞാൻ പച്ചക്കൊടി ആവശ്യപ്പെട്ടിട്ടില്ല, അത് എൻ്റെ രീതിയല്ല. നിങ്ങൾ പത്രമാധ്യമങ്ങൾ ഇത് അങ്ങനെ ഒരു വളച്ചൊടിക്കാനുള്ള വലിയൊരു ശ്രമം നടക്കുന്നുണ്ട്. അതായത് ബഹുമാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറിയെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയെടുക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗവുമായി ചേർന്നുകൊണ്ടാണ് ഞാൻ ഈ നീക്കങ്ങൾ നടത്തുന്നത് എന്ന രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട അരുൺ, നിങ്ങളിതിൽ ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഈ വിഷയവുമായി ഇറങ്ങി ആദ്യത്തെ SP ഓഫീസിലെ മരം പരിശോധിക്കാൻ പോയ ആ ദിവസം തൊട്ട് അതിനുശേഷമുള്ള 3-4 ദിവസങ്ങളിൽ പാർട്ടി കേന്ദ്രത്തിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുമൊക്കെ എന്നെ ബന്ധപ്പെടാൻ കാര്യങ്ങൾ അന്വേഷിക്കാനും ശ്രമമുണ്ടായിരുന്നു. ഞാനതിലേക്ക് എൻ്റെ ഫോൺ പോലും ഞാൻ ഓഫാക്കിയിരുന്നു. കാരണം എനിക്കറിയാം, കാരണം ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞതിന് ശേഷം വേണം ഉത്തരവാദിത്തപ്പെട്ടവർ ഈ സമൂഹത്തിലേക്ക്, ഈ വിഷയം ആദ്യം ഈ സമൂഹത്തിലെത്തണം. ആ സമൂഹത്തിലെത്തിയതിന് ശേഷം ഈ പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി നേതൃത്വത്തെയും കാണണം, ഈ കാര്യങ്ങൾ ധരിപ്പിക്കണം. എന്നിട്ട് അതിന് വളരെ ശക്തമായ ഒരു നിലപാടിലേക്ക് ഈ കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ കൂടെ ആരാണ് എന്നുള്ള ചോദ്യത്തിന് എൻ്റെ കൂടെ ദൈവമാണ്. ഇന്നും ഈ നിമിഷവും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. എനിക്കിങ്ങനെ വെറുതെ കളവ് പറയേണ്ട കാര്യങ്ങളില്ല. എനിക്കിതിലൊരു വേറെ വ്യക്തിപരമായ താല്പര്യങ്ങളില്ല. എനിക്കൊരുപാട് നഷ്ടങ്ങളാണ് ഇതിലുണ്ടാകുന്നത്. ഈ സംസ്ഥാനത്തെ ഒരുപാട് പോലീസ് ഓഫീസർമാരെ, IPS ഓഫീസർമാരെ എൻ്റെ ശത്രുവാക്കി വെക്കുകയാണ്. അവർക്ക് ഒരുപാട് കാലത്തെ സർവീസ് ഉണ്ട്. ഇതൊന്നും അറിയാത്തവനും മനസ്സിലാക്കാത്തവനും അത് അറിയാനുള്ള ബുദ്ധിയില്ലാത്തവനല്ല ഞാൻ. ഒരു IPS ഓഫീസർ എൻ്റെ കാല് പിടിച്ച് 25 വർഷം നിങ്ങളുടെ വിനീത വിധേയനായി നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് പറയുമ്പോൾ എനിക്കത് സ്വീകരിക്കാമായിരുന്നു. ഞാൻ അതൊന്നും സ്വീകരിച്ചിട്ടില്ല. ഈ പറയുന്ന രീതിയിൽ ഇത് ഒരു സമൂഹത്തിൻ്റെ പൊതുവായ വിഷയം. എന്നെ ഇതിലേക്ക് നയിക്കുന്നതിൻ്റെ പ്രധാന വിഷയം ആത്മാർത്ഥമായി എൻ്റെ ദൈവം സാക്ഷിയായി നടത്തിയിട്ട് എനിക്ക് പറയാൻ കഴിയും, പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ, ഇത് ഈ പോലീസിങ് ഈ പാർട്ടിയെ തളർത്തിക്കളഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ വലിയ രീതിയിൽ കഴിഞ്ഞ കുറച്ച് കാലമായി ഇടിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ കാരണം ഈ പോലീസിങ് മാത്രമാണ്. പാർട്ടി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധ്യമല്ലാത്ത വിധം ബാരിക്കേഡുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പാർട്ടിയോടും ഉണ്ടായിരുന്ന ഈ താല്പര്യം കുറഞ്ഞ് പാർട്ടിയുടെ അനുഭാവി വൃന്ദം വലിയൊരു ശതമാനം പാർട്ടിയിൽ നിന്ന് പരിപൂർണമായും അകന്നിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകരിൽ 50% ഇവിടെ നിർജീവമായി കഴിഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ കാണുകയാണ്, ഞാൻ അനുഭവിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഇതിനെ വിട്ടുകൊടുത്താൽ ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന എൻ്റെ ബോധ്യം. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇത്രയും ജനങ്ങൾക്ക് ആശ്വാസം നൽകിയ, നിങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒട്ടനവധി ആശ്വാസങ്ങൾ നൽകിയ ഒരു ഗവൺമെൻറ്റാണ്. അതിന് നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രവർത്തനം തന്നെയാണ് സത്യത്തിൽ ഈ ഗവൺമെൻറ് രണ്ടാമത് തിരിച്ചു വന്നത്. അദ്ദേഹത്തിന് ഈ സംസ്ഥാനത്ത് വോട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഞാനടക്കം ജയിച്ചത് ഒരു 10,000 വോട്ടിൽ താഴെ ജയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 98 എണ്ണത്തിൽ ആ 10,000 വോട്ടിൻ്റെ ഉള്ളിൽ ജയിച്ചവർ മുഴുവൻ പിണറായി എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിന് സാധാരണ ജനങ്ങൾ നൽകിയ രാഷ്ട്രീയത്തിനപ്പുറമുള്ള വോട്ടാണ് യഥാർത്ഥത്തിൽ എന്നെ അടക്കം രണ്ടാമതും കേരളത്തിൻ്റെ നിയമസഭയിൽ എത്തിച്ചതെന്ന് ബോധ്യം എനിക്കുണ്ട്, അതിൻ്റെ ബോധം എനിക്കുണ്ട്. പക്ഷേ ആ മുഖ്യമന്ത്രിയെ ഈ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് പറയാൻ സമയമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇരിക്കുന്നുള്ളൂ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചോദ്യം മാത്രം ചോദിച്ച് നിങ്ങൾ രക്ഷപ്പെട്ട് എന്നെ ഒഴിവാക്കാനാണ് ഉദ്ദേശിച്ചെങ്കിൽ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഞാനത് പറയട്ടെ. അപ്പോൾ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 2016 അധികാരത്തിൽ വരുമ്പോൾ 500 രൂപ ഉണ്ടായിരുന്ന ഈ പെൻഷൻ 1600 ഉയർത്തി 28 ലക്ഷം ആളുകൾക്കുണ്ടായിരുന്നത് 60 ലക്ഷത്തിൽ പരം ആളുകൾക്ക് കൊടുത്തു. ഈ നാട്ടിലെ പൊളിഞ്ഞു വീഴാറായിരുന്ന സ്കൂളുകൾ മുഴുവൻ നന്നാക്കി കോടാനകോടി രൂപ ആ വിഷയത്തിൽ നൽകി. ലൈഫ് പദ്ധതി ചരിത്രത്തിലാദ്യമായി 5 ലക്ഷത്തിൽ ചില്ലാനം വീടുകളുണ്ടാക്കി 5 ലക്ഷത്തോളം വീടുകൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. ആശുപത്രികൾ ആകെ മാറ്റിമറിച്ചു.
സർക്കാർ ആശുപത്രികൾ പൂട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ജനങ്ങൾ മുഴുവൻ അവരുടെ ആശ്വാസ കേന്ദ്രമായി ആശുപത്രികളെ കണ്ടു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന അനവധിയായ പദ്ധതികൾക്ക് രൂപം നൽകി. ഇതിൻ്റെ ഇടയിൽ കേന്ദ്രത്തിൻ്റെ പിടുത്തം, സാമ്പത്തിക ഞെരുക്കം, ഒരു പണവും തരാത്ത കേന്ദ്ര ഗവൺമെൻറ്, പെൻഷൻ കൊടുക്കാൻ പ്രയാസപ്പെടുന്ന സംസ്ഥാന ഗവൺമെൻറ്, 1,20,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്ത അവസ്ഥയിലും ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇങ്ങനെ ജനങ്ങളുടെ ആശ്വാസം നൽകിയ ഈ ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ തകർക്കാനുള്ള ശ്രമം, ആ ശ്രമത്തെ തടയിടാൻ, ഈ ഗവൺമെൻറ്റിനെ നിലനിർത്താൻ, പാവങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഇടതുപക്ഷ മുന്നണിയെ ഇവിടെ നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള പോരാട്ടം അത് തന്നെയാണ്. അരുണ് അറിയാലോ, അരുണ് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന, സമൂഹത്തിലെ ഒരുപാട് വ്യക്തികളുമായി ബന്ധപ്പെടുന്ന, ഇടതുപക്ഷത്തിലെയും വലതുപക്ഷത്തിലെയും അല്ലാത്ത പക്ഷത്തും ഒക്കെ ബന്ധപ്പെടുന്ന ആളാണ്. എന്താണ് പാർട്ടി പ്രവർത്തകരുടെ സ്ഥിതി? പാർട്ടി സെക്രട്ടറിമാർ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലൂടെ തലയിൽ മുണ്ടിട്ട് നടക്കുന്ന കേരളമായി കേരളം മാറി. പൊതുപ്രവർത്തകരെ ബഹുമാനിക്കരുത്, ആദരിക്കരുത് എന്ന ഒരു സംസ്കാരം ഇവിടെ പോലീസിൽ വളർത്തിയെടുത്തു ഈ ADGP. ആ ഒരു അവസ്ഥയിൽ MLA-മാർ പോയിട്ട് മന്ത്രിമാരെ പോലും ഒരു പരിധി വിട്ട് ഗൗനിക്കാത്തവരായി കേരളത്തിലെ പല ഉദ്യോഗസ്ഥന്മാരും മാറി. ആർക്കാണ് ഉത്തരവാദിത്തം? അരുൺ, എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ പ്രവർത്തിക്കുക? നമുക്കറിയാലോ, അവിടെ നമ്മുടെ എതിരാളികൾ കോൺഗ്രസ്സാണ്. ഒന്നാമത്തെ എതിരാളി കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ പാർട്ടിയാണ്. ഇന്നും നെഹ്റു കുടുംബത്തിനോട് അങ്ങേയറ്റം കമ്മിറ്റഡ് ആയിട്ടുള്ള ജനങ്ങളുള്ള നാടാണ്. സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി എന്ന രീതിയിലുള്ള മറ്റൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ നടന്നാലും കോൺഗ്രസ്സിന് ഇവിടെ വോട്ടുണ്ട്, കോൺഗ്രസിൻ്റെ കൂടെ ആളുകളുണ്ട്. അപ്പുറത്ത് മുസ്ലിം ലീഗാണ്, മുസ്ലിം സമുദായത്തിലെ വലിയ വിഭാഗം അവരുടെ കൂടെയാണ്. അവർക്ക് ആ ബേസ് മതി. കേരള കോൺഗ്രസിനും അതുപോലെ മറ്റൊരു ബേസുണ്ട്. BJPക്കും ഈ പറയുന്ന മതത്തിൻ്റെ ബേസുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബേസ് എന്താണ് അരുൺ? ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച്, അവർക്ക് വേണ്ടി ആശുപത്രിയിൽ പോയി, അവർക്ക് വേണ്ടി വില്ലേജ് ഓഫീസിൽ പോയി, അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ പോലീസുമായി ഇടപെട്ട് സംസാരിച്ച് അവർക്ക് ആശ്വാസം നൽകി, അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന തൊഴിലാളികൾക്ക് വേണ്ടി രാപ്പകലിൽ അധ്വാനിച്ച്, ഇവിടുത്തെ പ്രവാസികൾക്ക് വേണ്ടി അധ്വാനിച്ച്, ഇങ്ങനെ ഇടത്തരക്കാരും സാധാരണക്കാരുമായ ജനങ്ങളുടെ ഇടയിൽ അവരുടെ പ്രശ്നങ്ങൾ രാവിലെ തൊട്ട് ഏറ്റെടുത്ത് വൈകുന്നേരം വരെ അവർക്ക് ആശ്വാസം നൽകിപ്പോയി അതിൻ്റെ പേരിൽ നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ആ പ്രവർത്തനത്തിന് തടയിട്ടാൽ പിന്നെ ഡോക്ടർ അരുൺ, ഈ പാർട്ടി എങ്ങനെ കേരളത്തിൽ നിലനിൽക്കും? പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് തടയിടുന്നതിൻ്റെ ഒന്നാം നമ്പർ ഈ DGPയും ഈ പോലീസുമാണെങ്കിൽ പറയൂ. അങ്ങ് പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, പാർട്ടി അണികളുമായി ഞാൻ ബന്ധപ്പെട്ടു, അതിൽ പല നേതാക്കളുമായി ബന്ധപ്പെട്ടു. അവരിൽ ചിലർക്ക് ആശയക്കുഴപ്പമുണ്ട്, ചിലർ അങ്ങയുടെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചത് ഞാൻ എൻ്റെ ഫോണിൽ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കറിയേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് ഇടിയുന്നു എന്ന് അങ്ങേക്ക് ബോധ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് ഇതേപോലെ പോലീസിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ആഭ്യന്തര വകുപ്പ് എന്നൊരൊറ്റ വകുപ്പ് കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് ഇടിയാനുള്ള ശ്രമം നടക്കുന്നു എന്ന ഗുരുതരമായൊരു ആരോപണമാണ് താങ്കൾ ഉന്നയിച്ചത്. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ട പാർട്ടിയല്ലേ, പാർട്ടിയിലെ ഘടകമല്ലേ? മലപ്പുറത്തൊരു പാർട്ടി ജില്ലാ സെക്രട്ടറി ഇല്ലേ? മലപ്പുറത്തൊരു പാർട്ടി ജില്ലാ കമ്മിറ്റി ഇല്ലേ? ആ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിക്കേണ്ട സംസ്ഥാന സമിതിയിലെ അംഗമായ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇല്ലേ? ഇതും മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടത് പൊളിറ്റിക്കൽ സെക്രട്ടറിയിലൂടെ പാർട്ടി സംഘടനയല്ലേ? അങ്ങ് യഥാർത്ഥത്തിലാകാൻ ശ്രമിക്കുന്നത് ഒരു സൂപ്പർ പാർട്ടി സെക്രട്ടറി ആണോ എന്നൊരു ചോദ്യമുണ്ട് വിമർശനാത്മകമായി. അല്ല, അത് നിങ്ങൾ എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിച്ചോളൂ അരി, അതിനൊന്നും കുഴപ്പമില്ല. ഞാൻ എലിയാണ് എന്ന് പറഞ്ഞപ്പോഴും ആ എലിയാകാൻ തയ്യാറായിട്ടുള്ളവരാണ് ഞാനിവിടെ സെക്രട്ടറിയാണ്. എനിക്ക് പാർട്ടിയിൽ മെമ്പർഷിപ്പ് പോലുമില്ല. എനിക്ക് പാർട്ടിയിൽ മെമ്പർഷിപ്പ്, ഞാൻ ഇപ്പോഴും ഇന്ന് ഈ പാർട്ടിയുടെ ഒരു അനുഭാവി മാത്രമാണ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം, ജില്ലാ കമ്മിറ്റി ഇല്ലേ? ജില്ലാ കമ്മിറ്റി, ഞാൻ മലപ്പുറത്തെ മാത്രം പ്രശ്നമല്ല അനിൽ പറയുന്നത്, ഈ സംസ്ഥാനത്തെ മൊത്തമുള്ള സഖാക്കൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. അതിൽ ഞാൻ ഇപ്പോഴല്ലേ ഈ വിഷയങ്ങൾ മുന്നിലേക്ക് വെച്ച്, ഇപ്പോൾ 2 മണിക്കൂർ മുമ്പാണ് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷ ഞാൻ കണ്ടിട്ടുള്ളത്. അവിടെയാണ് ഞാൻ വിശദീകരിച്ചിട്ടുള്ളത്. ഇത്രയും സീരിയസ് ആയിട്ട് ഈ വിഷയം ഇപ്പോഴാണ് പാർട്ടി ഫോറങ്ങളിൽ ഞാൻ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി അത് പഠിക്കട്ടെ. എൻ്റെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട P. ശശി അദ്ദേഹത്തിന് എന്തിനാണ് ഇരുത്തിയിരിക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അസസ് ചെയ്ത് പാർട്ടിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും റിപ്പോർട്ട് ചെയ്ത് ഈ രീതിയിൽ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ
ഈ പോലീസിനെതിരെ ഇങ്ങനെ ഒരു വികാരമുണ്ടെങ്കിൽ ആ വികാരത്തിന് തടയിടേണ്ട ഉത്തരവാദിത്തമാണ് ബഹുമാനപ്പെട്ട പാർട്ടി പൊളിറ്റിക്കൽ സെക്രട്ടറിയെ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം അത് നിർവഹിച്ചോ? അദ്ദേഹം അത് നിർവഹിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അതിൽ അദ്ദേഹം പരിപൂർണ പരാജയമല്ലേ. അദ്ദേഹം ഒരു വിവരമില്ലാത്ത വ്യക്തിയല്ലല്ലോ, നല്ല അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പി ശശി. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? പാർട്ടി പഠിക്കണ്ടേ? പാർട്ടി അന്വേഷിക്കണ്ടേ? ഒരാളുടെ ശേഷിക്കുറവോ കഴിവ് കുറവോ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതല്ലല്ലോ. നല്ല കഴിവും ശേഷിയും നല്ല അപ്രമാദിത്വവുമുള്ള നല്ല ശേഷിയുള്ളൊരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട പി ശശി എന്നത് കേരളത്തിൽ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പരാജയം വരുന്നത്? അപ്പോൾ അങ്ങനെ ഒരു പരാജയം, അങ്ങനെ ഒരു കാര്യങ്ങൾ ഈ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചേതവികാരം എന്താണ്? എന്താണ് പി ശശിയെ ഈ വിഷയത്തിൽ നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ? പാർട്ടി പരിശോധിക്കട്ടെ. എനിക്കത് പറയാനല്ലേ പറ്റൂ. ഞാനത് പറഞ്ഞു, ഇനി നമുക്ക് നോക്കാം. പക്ഷേ സംസ്ഥാന സമിതി അംഗമായ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ മാറ്റണമെന്നോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഒരു ആരോപണം പാർട്ടി സെക്രട്ടറിയോട് ഉന്നയിക്കുമ്പോൾ അതിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വേണമല്ലോ അക്കാര്യങ്ങൾ പറയാൻ. ഇന്ന് അങ്ങ് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്ന, ഇന്നലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തതിൻ്റെ തനിപ്പകർപ്പാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന പരാതിയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങളും അതിലേക്ക് നയിച്ചേക്കാവുന്ന സൂചനാ തെളിവുകളും ഉണ്ടോ ശ്രീ പി.വി. അൻവർ? അല്ല, അതൊക്കെ ഉണ്ടാകാതിരിക്കാം, അത് പോട്ടെ. ഇപ്പോൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ താങ്കൾ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞു? ഇതിലേറെ തെളിവെന്താണ്? കേരളത്തിലെ ലക്ഷക്കണക്കിന് സഖാക്കളെ വിളിച്ച് ചോദിക്കണം. കേരളത്തിലെ 14 ജില്ലയിലെ പാർട്ടി സെക്രട്ടറിമാരെ വിളിച്ച് അന്വേഷിക്കണം പാർട്ടി. കേരളത്തിലെ ഓരോ ജില്ലയിലെയും ഏരിയ സെക്രട്ടറിമാരെ വിളിച്ച് പാർട്ടിക്ക് അന്വേഷിക്കാം. ജില്ലയിലെ ഓരോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരെയും വിളിച്ച് പാർട്ടിക്ക് അന്വേഷിക്കാം. ജനങ്ങളല്ലേ? അതായത് പാർട്ടി അണികളിലെ വികാരവും പാർട്ടി അനുഭാവികളുടെ വികാരവും മനസ്സിലാക്കുന്നതിൽ പാർട്ടി പരാജയപ്പെടുന്നുവെന്ന ഗുരുതരമായൊരു ആരോപണമാണ് താങ്കൾ ഉന്നയിക്കുന്നത്. അതാണ് ഞാൻ അങ്ങയോട് ക്രിട്ടിക്കലായി ചോദിച്ചത്. അങ്ങൊരു പാർട്ടി സെക്രട്ടറി, സൂപ്പർ പാർട്ടി സെക്രട്ടറി ആകാൻ പാർട്ടിക്ക് പുറത്തുനിന്ന് ശ്രമിക്കുന്നുണ്ടോ എന്നൊരു സാധാരണക്കാരൻ സംശയം പ്രകടിപ്പിച്ചാൽ അങ്ങ് എങ്ങനെയാണോ അതിന് മറുപടി നൽകുക? പാർട്ടിക്ക് അതിന് സംവിധാനങ്ങളില്ലേ? അതിപ്പോൾ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയാലും അത് ബോധ്യപ്പെടുത്തേണ്ട ചുമതല സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്കില്ലേ? അല്ല, അതിനെ ഞാൻ ഉത്തരം പറയുന്നില്ല. അത് പാർട്ടി അന്വേഷിക്കട്ടെ. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതൊരു വിവാദത്തിൻ്റെ വഴിയിലേക്കുള്ള ചോദ്യമാണ്. ദയവായി ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ്. പൂർണ്ണമായ സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട് ശ്രീ പി.വി. അൻവർ. കാരണം അങ്ങയെക്കുറിച്ചും അതിന്റെ പുറത്തുള്ള ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ഒരുപാട് പ്രചരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അത് ഞാൻ ഒരെണ്ണം അങ്ങയോട് പറയാം. ഇപ്പൊ അങ്ങയുടെ പേര് കൂട്ടിച്ചേർത്തൊരു നേതാവിന്റെ പേര് പി ജയരാജൻ. അങ്ങയെ വിളിച്ച് പി ജയരാജന് വേണ്ടിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ പി ശശിയെ മാറ്റാൻ താങ്കളിലൂടെ നീക്കം നടത്തുന്നത് എന്നൊരു വലിയ ചർച്ച മാധ്യമ സമൂഹത്തിലുണ്ട് ശ്രീ പി.വി. അൻവർ. താങ്കളെ പി ജയരാജൻ വിളിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ ഇന്നലെ ക്രോസ് ചെക്ക് ചെയ്തിട്ടുണ്ട്. താങ്കളെ ഒരു സംസ്ഥാന നേതാവും ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ഇത് ഞാൻ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയുകയാണ്. പി.വി. അൻവറിനെ ഈ നീക്കത്തിന് മുന്നിൽ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും വിളിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കറിയാവുന്ന വിഷയമാണ്. പക്ഷേ സമൂഹം ചർച്ച ചെയ്യുന്നത് അങ്ങനെയാണ്. കാരണം പി ജയരാജൻ നമ്മുടെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ പി ശശി രാഷ്ട്രീയ വനവാസത്തിലായിരുന്നു. തിരിച്ചു വീണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ സാധ്യതയുള്ള എന്ന ഘട്ടത്തിലാണ് ഈ നീക്കം വരുന്നത് എന്നതാണ് രാഷ്ട്രീയ വ്യാഖ്യാനം. ശ്രീ പി.വി. അൻവർ, താങ്കളെ ഒരാളും വിളിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഈ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നുണ്ട് പാർട്ടി പ്രവർത്തകർ. എന്തിനാണ് ഈ ശ്രമം പി.വി. അൻവറിൻ്റേത് എന്ന ചോദ്യം? അല്ല, രണ്ട് കാര്യങ്ങൾ. അരുണിൻ്റെ ചോദ്യത്തിന് എനിക്ക് ഡയറക്റ്റായിട്ട് ആൻസർ പറയാം. എന്തിനാണ് അൻവർ ഇത് ചെയ്യുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഈ സമൂഹം, ഈ പാർട്ടി, ജനങ്ങൾ പോലീസിൽ നിന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, പാർട്ടി പ്രവർത്തകർ പാർട്ടിയിൽ നിന്ന് മാനസികമായി അകന്നു നിൽക്കുന്നത്, അനുഭാവികൾ വിട്ടുപോകുന്നത്, അതിനൊക്കെ കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത് ഉന്നയിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരമായി. രണ്ടാമത്തെ കാര്യം, ഈ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായി ഞാൻ സംസാരിച്ചോ? ജയരാജേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചു? ഞാൻ ഒരാളുമായി സംസാരിച്ചിട്ടില്ല. മറ്റൊരു കാര്യം കൂടി ഞാൻ ബഹുമാനപ്പെട്ട അരുണിനോട് പറയാൻ ഉദ്ദേശിക്കുകയാണ്, ജനങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുക. ഇപ്പോൾ കാരാട്ട് റസാഖ്, മുൻ MLA, അദ്ദേഹം ഇന്നലെയും ഇന്നാന്നും നടത്തിയ പ്രസ്താവനകൾ സത്യത്തിൽ ഒരു കോക്കസ് ആക്കാൻ ശ്രമം നടക്കുക. അവരെ കുറ്റം പറയുന്നില്ല. കാരണം ജലീൽ എന്നെ പിന്തുണച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ജലീലുമായി സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ജലീലുമായി കണ്ടിട്ടുണ്ട്, ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കാരാട്ട് റസാഖിന് അദ്ദേഹത്തിൻ്റെ മകളുടെ വീടിൻ്റെ കുടിയിരിക്കൽ ഏകദേശം ഒരു 8-9 മാസം മുമ്പാന്ന് തോന്നുന്നു. ആ വ്യക്തിയെ ഞാൻ അന്ന് കണ്ടതാണ്, അന്ന് സംസാരിച്ചതാണ്. പക്ഷേ ഇന്നലെ ഞാൻ വിളിച്ചു റസാഖിനെ വൈകിട്ട്. റസാഖ് ഭായ്, നമ്മൾ ഇങ്ങനെ ഈ ഒരു വളരെ സദുദ്ദേശത്തോടു കൂടി ഇങ്ങനെ പോകുമ്പോൾ
താങ്കളുടെയൊക്കെ പ്രസ്താവനകൾ വളച്ചൊടിക്കപ്പെടുന്നുണ്ട്. ഈ മൂവ്മെൻറ്റിന് അത് തടസ്സമാവും. അതുകൊണ്ട് അങ്ങ് ശ്രദ്ധിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് ഇന്നലെ പറഞ്ഞിരിക്കുകയാണ് പ്രിയപ്പെട്ട അരുൺ. ഇതാണ് ഇതിൻ്റെ വാസ്തവം. അല്ല, കാരാട്ട് റസാഖ് ഇന്നലെ എന്നോട് പറഞ്ഞത് നിങ്ങൾ 3 പേരും കൂടിയാലോചന നടത്തി എന്നാണ് ലൈവിൽ. പരിപൂർണമായും തെറ്റാണ്. പരിപൂർണമായും എൻ്റെ ദൈവത്തിൻ്റെ സാക്ഷി നിർത്തി പറയുന്നു, പരിപൂർണമായും തെറ്റാണ്. അത് പരിശോധിക്കാം. നിങ്ങൾക്കിപ്പോൾ ഈ വേണമെങ്കിൽ നമുക്ക് ഈ കോൾ രജിസ്റ്റർ എടുക്കാം. ഞങ്ങൾ താങ്കളെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം ഇത്രയും കാര്യങ്ങൾ സധൈര്യം താങ്കൾ പറയുന്നു. താങ്കൾ പറഞ്ഞതുപോലെ IPS ലോബിക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ് താങ്കൾ നടത്തുന്നത്. IPS ലോബി അത്ര ചെറുതല്ലെന്ന് നമുക്കറിയാമല്ലോ. തീർച്ചയായിട്ടും ഞാനിതൊരു ഉറച്ച ദൈവവിശ്വാസിയാണ്. ആ ദൈവം നിശ്ചയിച്ചത് ഈ ഭൂമി എൻ്റെ ഉത്തരവാദിത്വം, എൻ്റെ ഈ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ജനങ്ങൾ തിരഞ്ഞെടുപ്പ് ഒരു ജനപ്രതിനിധി നിലയ്ക്ക് ഈ ഗവൺമെൻറ്റിനെയും ഈ പാർട്ടിയെയും സംരക്ഷിക്കേണ്ട ബാധ്യതയിൽ ഒരു ചെറിയ അംശം എനിക്കുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഉത്തരവാദിത്തം എൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് ഈ സമൂഹത്തിനും ഈ പാർട്ടിക്കും വേണ്ടി ഞാൻ ചെയ്യുന്നത്. ശ്രീ പി വി അൻവർ, ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. താങ്കൾ ഈ വിഷയങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ അറിയിക്കുന്നതിനു പകരം അങ്ങ് ഇതേപോലെ കാത്തിരുന്ന് മുഖ്യമന്ത്രിക്ക് ഇതേപോലെ പരാതി നൽകിയിരുന്നുവെങ്കിൽ, പാർട്ടി സെക്രട്ടറിക്ക് പരാതി നൽകിയിരുന്നെങ്കിൽ താങ്കൾ ഉദ്ദേശിച്ച ഫലം കാണുമായിരുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? മാധ്യമങ്ങളിലൂടെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ അങ്ങ് ഈ ശ്രമം തിരഞ്ഞെടുത്തത് എന്തിനാണ്? പാർട്ടി സംഘടനാ മെഷീനറിയിലുള്ള അവിശ്വാസതയാണോ? അതല്ല മുഖ്യമന്ത്രിയോട് അത് പറഞ്ഞാലും അത് പതിവ് പല്ലവി പോലെ ഒടുവിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അറിഞ്ഞത് ഹൈജാക്ക് ചെയ്യുമെന്നുള്ള ഭയമാണോ ശ്രീ പി വി അൻവർ? അല്ല, അതിൽ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇതിനപ്പുറം ഒരുപാട് ആളുകൾക്ക്, ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക്, നേതാക്കൾക്ക്, ഈ ഗവൺമെൻറ് നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട സാമൂഹ്യ പ്രവർത്തകർക്ക്, അവർക്കൊക്കെ പറയാനുള്ള ഒരു കാര്യമാണിത്. പക്ഷേ അവർക്കൊന്നും പറയാൻ ഉള്ള ഒരു വേദി സത്യത്തിൽ ഒരുക്കപ്പെട്ടിട്ടില്ല. പലരും ഇതിൽ നിന്ന് പലരോടും സൂചനകൾ നടത്തി പിന്മാറിയവരാണ്. കാരണം ആരെന്ത് ഉന്നയിച്ചാലും ഈ ഉന്നയിക്കുന്നതൊക്കെ പൊതുപ്രശ്നവും ഇപ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങളുമാണല്ലോ. ഇതെല്ലാം ചെന്നെത്തുന്നത്, ഈ പരാതികളൊക്കെ ചെന്നെത്തുന്നത് എവിടെയാണ്? പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ മേശപ്പുറത്താണ്. അദ്ദേഹമാണിത് അനലൈസ് ചെയ്ത് അതിനൊരു കുറിപ്പുണ്ടാക്കി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നടക്കുന്നില്ല, അതിലേക്ക് കൺവേ ചെയ്യപ്പെടുന്നില്ല. പാർട്ടിയിൽ ഇതൊരു ഗൗരവതരമായ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാൻ പാർട്ടിയുടെ താഴേക്കടയിലുള്ള ലീഡർഷിപ്പിന് കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനതൊന്നും ഓർത്തിട്ടില്ല അരുൺ. ഞാനിതിൻ്റെ വരും വരായികളെക്കുറിച്ചൊന്നും ഓർക്കുന്നില്ല. ഇതിപ്പോൾ എന്താ അറിയാം അരുൺ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ മനസ്സിലാക്കേണ്ടത്, ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നാട് നിലനിൽക്കണം, ഈ സാമൂഹിക നീതി ഈ നാട്ടിൽ നടപ്പിലാക്കണമെന്ന ജനങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഇതൊന്ന് കുലുങ്ങും, അതിപ്പോൾ കുലുങ്ങി, ഇനി ഇതൊന്ന് കലങ്ങും, നന്നായിട്ട് കലങ്ങും, എന്നിട്ട് അതൊന്ന് തെളിയും. ആ തെളിച്ചത്തിനാണ് ഞാൻ കാത്തു നിൽക്കുന്നത്. ആ തെളിച്ചത്തിൽ ഈ ഗവൺമെൻറ്റിന് അധികാരത്തിലെത്തിയ ചെങ്കൊടി പ്രസ്ഥാനത്തിൻ്റെ ചെങ്കൊടി പതാക ഉയർന്നു പാറും എന്ന് തന്നെയാണ് പ്രിയപ്പെട്ട അരുൺ ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ പി വി അൻവർ, അങ്ങ് എപ്പോഴെങ്കിലും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുമായി സംസാരിച്ചിരുന്നു? ഈ വിഷയം പി ശശിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ അങ്ങ് ശ്രമിച്ചിരുന്നു? എപ്പോഴെങ്കിലും അവസാനമായി സംസാരിച്ചത് ഓർമ്മയുണ്ടോ? ഞാൻ കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് അദ്ദേഹത്തെ സംസാരിച്ചിട്ടില്ല, ബന്ധപ്പെട്ടിട്ടില്ല. അങ്ങേക്കിത് പി ശശിയോട് നേരിട്ട് പറയാമായിരുന്നില്ലേ? ഒരു ഇടതുപക്ഷ MLA എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി സംസാരിക്കുന്നതിൽ തെറ്റില്ലല്ലോ. ഞാൻ അരുൺ അദ്ദേഹവുമായിട്ട് നല്ല സൗഹൃദമുള്ള വ്യക്തിയായിരുന്നു. ഇപ്പോഴും എനിക്ക് സൗഹൃദത്തിന് ഒരു കുറവില്ല. ആ സൗഹൃദം ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും ശശിയേട്ടനെ കണ്ട് ഈ കാര്യങ്ങൾ ഞാൻ എൻ്റെ അറിവ് വെച്ച് ഞാൻ നോക്കാം MLA എന്ന് പറയും, ശരിയാവും MLA എന്ന് പറയും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നോ എന്ന് പറയാൻ അദ്ദേഹത്തിന് കഴിയില്ല. കാരണം ഞാൻ കൃത്യമായി നടക്കുന്നില്ല, ഒന്നും നടന്നിട്ടില്ല. അത് വാസ്തവല്ലേ? പി വി അൻവർ MLA, ഞാൻ വളരെ സ്ട്രെയിറ്റായി ചോദിക്കുകയാണ്. ഈ താങ്കളുടെ ഈ മൂവ്മെൻറ്റ് തുടങ്ങുന്നത് വളരെ ശ്രദ്ധാപൂർവം ശശിധരൻ SP-ക്കെതിരെ താങ്കൾ ഒരു പോലീസിൻ്റെ ഒരു യോഗത്തിൽ വെച്ചുള്ള ഒരു വിമർശനത്തോടു കൂടിയാണ് ഏറ്റവും അടുത്ത് വരുന്നത്. അതിനു മുമ്പ് താങ്കൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു, നിരന്തരം താങ്കളുടെ പ്രാദേശികമായി പോലീസുകാരുമായിട്ട് സംസാരിച്ചിരുന്നു എന്നൊക്കെ എനിക്കറിയാം.
അതിൽ ഈ ചെങ്കൽ ക്വാറി ഉടമകളുമായും അവിടുത്തെ തൊഴിലാളികളുമായും അവിടുത്തെ മോട്ടോർ വാഹന തൊഴിലാളികളുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പലതവണ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അതിനകത്തൊന്നും പോലീസ് പ്രതികരിക്കാത്തൊരു ഘട്ടത്തിലാണ് താങ്കൾ നേരിട്ട് എസ് പിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് രംഗത്ത് വരുന്നത്. അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഒറ്റയാൾ പോരാട്ടമാണ് കാണുന്നത്. ആ ചെങ്കല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പരാതികൾ താങ്കൾക്ക് പോലീസിനെതിരെ ജനങ്ങളിൽ നിന്ന് കിട്ടി. ആ വിവരമൊക്കെ അറിയിച്ചു. പക്ഷേ അതൊന്നും പോലീസ് മുഖവിലക്കെടുത്തില്ലെന്ന് മാത്രമല്ല, താങ്കളെ കൂടി അപഹസിക്കുന്ന തരത്തിൽ ഒരു MLA എന്ന നിലയിൽ താങ്കളെ പരിഹസിക്കുന്ന തരത്തിലാണ് പിന്നീട് പോലീസിൻ്റെ പെരുമാറ്റം ഉണ്ടായത്. ശരിയല്ലേ? തീർച്ചയായിട്ടും ശരിയാണ് അരുൺ, 100% ശരിയാണ്. മാത്രമല്ല അരുൺ മനസ്സിലാക്കണം, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവർക്കാണ് ഈ ലൈഫിൽ വീട് കൊടുത്ത് നൽകുന്നത്. അരുണൊന്ന് പരിശോധിച്ച് നോക്കണം. കഴിഞ്ഞ ഗവൺമെൻറ്റിൽ 16-21 പിണറായി ഗവൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ വീടുകൾ നൽകിയത് നിലമ്പൂർ മണ്ഡലത്തിലെ വഴിക്കടവ് പഞ്ചായത്ത് ഇടതുപക്ഷമാണെന്ന് ഭരിച്ചത്. 1000-ഓളം വീടുകൾ നൽകി സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയത്. ഈ രണ്ടാം ഗവൺമെൻറ്റിലും ആ അവാർഡ് വാങ്ങണമെന്ന് ആഗ്രഹിച്ച കാരണം എന്താ? ആ അവാർഡ് വാങ്ങുന്നത് പ്രശസ്തിക്കല്ല, PV അൻവറിനല്ല അവാർഡ്. പരമാവധി വീടുകൾ ഈ സാധുക്കൾക്ക് കൊടുക്കണം. എല്ലാ പഞ്ചായത്തിലും LDF ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളും ഞാൻ പഞ്ചായത്ത് ബോർഡിനെ നിർബന്ധിക്കുന്നത് പഞ്ചായത്തിൻ്റെ വിഹിതം ഏറ്റവും കൂടുതൽ നിങ്ങൾ ലൈഫ് പദ്ധതിയിലേക്ക് മാറ്റിവെക്കണമെന്നാണ്. അത് നിലമ്പൂർ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. നിലമ്പൂർ LDF ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ 500 തൊട്ട് 800 വരെ വീടുകൾക്ക് വിഹിതം മാറ്റിവെച്ചിട്ടുണ്ട്. UDF വെക്കുന്ന പഞ്ചായത്ത് അരുണ് ഇപ്പോൾ ആളെ വീട് മലപ്പുറത്തുനിന്ന് UDF ഭരിക്കുന്ന 4 പഞ്ചായത്തുകളിൽ 200-ന് താഴെയാണ് വീടിന് അവർ എന്താ പറയുക പണം വെച്ചിട്ടുള്ളത്. ആ പഞ്ചായത്തുകളെ പ്രസിഡന്റുമാരെയും അവിടുത്തെ പാർട്ടിക്കാരെയും UDF-കാരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്യല്ലേ, ഈ സാധുക്കൾക്ക് 4 വീടുണ്ടാവട്ടെ, മറ്റ് കാര്യങ്ങൾ MLA ഫണ്ടിൽ നിന്നും സ്റ്റേറ്റ് ഫണ്ടിൽ നിന്നും ഞാൻ മാനേജ് ചെയ്ത് തരാം എന്ന് UDF പ്രസിഡന്റുമാരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ തയ്യാറായില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാം? അതിൽ നല്ലൊരു വിഭാഗം, കാരണം ഈ ലൈഫ് പദ്ധതിയിലേക്ക് നമ്മളൊരു വീടുണ്ടാക്കിയാൽ 4 ലക്ഷമാണ് എല്ലാം കൂടെ ആയിട്ട് വരുന്നത്. 4 ലക്ഷം കൊണ്ടൊരു വീടുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ സഹായിക്കേണ്ടി വരും. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ, പാർട്ടി പ്രവർത്തകർ, ഈ പറയുന്ന ലീഗായാലും കോൺഗ്രസ്സുകാരായാലും അവിടുത്തെ മെമ്പർമാർ ഇവർക്ക് ജനറൽ കട്ടൽ ആളുകളടുത്ത് വാങ്ങിക്കൊടുക്കേണ്ടി വരും. ഇവർക്ക് ടോയ്ലറ്റിലേക്കുള്ള സാധനങ്ങൾ ആരുടെയെങ്കിലും സ്പോൺസർഷിപ്പിൽ വാങ്ങിക്കൊടുക്കേണ്ടി വരും. ഇങ്ങനത് വാരിച്ച ഉത്തരവാദിത്തമാണ് ഒരു വീട് അവിടെ നൽകിക്കഴിഞ്ഞാൽ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചുണ്ടാകുന്നത്. അത് ഏറ്റെടുക്കാൻ CPM തയ്യാറായിട്ടുള്ളൂ, മറുഭാഗത്ത് പലപ്പോഴും തയ്യാറായിട്ടില്ല. അപ്പോൾ അവർക്കൊരടി മണ്ണിടാൻ ഈ ചങ്ങാതിമാർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അരുൺ ഡോക്ടർ? നിങ്ങളൊന്ന് ആലോചിക്കൂ. തൊട്ട വീട്ടിൽ നിന്ന് ഒരു വീട് ഇവിടെ വെക്കുമ്പോൾ 4 ബക്കറ്റ് മണ്ണ് അപ്പുറത്ത് JCB ഒന്നും ഇങ്ങനെ ആക്കി ഇതിലേക്ക് ഇട്ടാൽ മതി. അതിന് ശശിധരൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ? ഈ ആളുകളെ മുഴുവൻ എതിരാക്കുകയല്ലേ? മൊത്തത്തിൽ മലപ്പുറം ജില്ലയിലെ ഈ പറയുന്ന ലൈഫ് പദ്ധതിയെ ഇത് വളരെ ഭീകരമായി ബാധിച്ചിട്ടില്ലേ? അതാണ് ഒരു പോലീസ് ഓഫീസർ ചെയ്യേണ്ടത്. തീർന്നില്ല അരുൺ. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിന് നിയമസഭയിൽ പ്രസംഗിച്ചതാണ്. എന്താ പ്രസംഗിച്ചത്? ലൈഫ് പദ്ധതിയുമായി എല്ലാവരും സഹകരിക്കണം, അവരെ സഹായിച്ചു കൊടുക്കണം. അതിന് ഘടകവിരുദ്ധല്ലേ? അപ്പോൾ ഈ പോലീസ് എങ്ങനെയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പോലീസാകുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അരീക്കോട് പ്രസംഗിക്കുന്ന നവകേരള സദസ്സിൽ അവർ പ്രശ്നമുണ്ടാക്കിയവരാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാലക്കാട് വെച്ചിട്ട് പത്രക്കാർ ചോദിക്കുമ്പോൾ അതിന് മറുപടി നൽകിയതാണ്. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞ് അരീക്കോടിലെ 11 സഖാക്കളുടെ പേരിൽ പോലീസ് കേസെടുത്തു. ചെറിയ കേസല്ല, കളവിന് കേസ്. ഇരുമ്പ് റിങ് കൊണ്ട് അടിച്ചു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ. എന്താ ഇരുമ്പ് റിങ് അരുൺ? മോതിരം, നമ്മളെ കൈവിരലെടുത്ത മോതിരം. അവിടെ ഇരിക്കുന്ന മജിസ്ട്രേറ്റ് ഈ റിമാൻഡ് റിപ്പോർട്ട് വായിക്കുമെന്നോ, എൻ്റെ അമ്മോ ഇരുമ്പ് റിങ് കൊണ്ട് അടിച്ചോ? ഈ ശശിധരൻ ചെയ്തതാ. അല്ല, അതെന്റെ ചോദ്യം ഇതാണ്. മുഖ്യമന്ത്രിയുടെ ഏറെ വിശ്വസ്തനായ ADGP ക്രമസമാധാനം കൈകാര്യം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി തന്നെ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഇടിവളയുമായി പാർട്ടി പ്രവർത്തകരെ നേരിടാൻ എങ്ങനെയാണ് ആത്മവിശ്വാസം SP-ക്ക് ലഭിക്കുക? ശ്രീ PV അൻവർ, അതിന് പിന്നിലുള്ള രാഷ്ട്രീയ ഉദ്ദേശം എന്തായിരിക്കും? അതിന് പിന്നിൽ ഈ നേതാക്കളുടെ, നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ പൂരത്തിൻ്റെ കാര്യത്തിൽ റിപ്പോർട്ട് ഇനിയും പുറത്തു വന്നിട്ടില്ല. റിപ്പോർട്ട് അന്വേഷിച്ചിരിക്കുന്നത് താങ്കൾ പറയുന്ന ഇതേ ADGP തന്നെയാണ്. അതിൽ ദുരൂഹതയില്ലേ? അല്ല, ADGP തൃശ്ശൂർ പൂരം അന്വേഷിച്ചാൽ എങ്ങനെ ഉണ്ടാവും? എൻ്റെ അരുൺ, എങ്ങനെ ഉണ്ടാവും? അദ്ദേഹം തന്നെയല്ലേ അതിലെ കള്ളൻ, കാട്ടുകള്ളൻ. അദ്ദേഹം IPS അറിഞ്ഞ ഒരു സാധു പയ്യൻസാണ് തൃശ്ശൂരിലെ അന്നത്തെ കമ്മീഷണർ. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ട അരുൺ, ആരെയെ പറ്റി? ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ അരുൺ? കേരളത്തിലെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാവില്ലേ?
അദ്ദേഹത്തെ തന്നെ അത് ഏൽപ്പിക്കുകയാണോ അന്വേഷണം? അദ്ദേഹം അല്ലല്ലോ അത് നടത്തേണ്ടത്. ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്കറിയാം. മുഖ്യമന്ത്രി അത് പരിശോധിക്കും. മുഖ്യമന്ത്രിക്ക് കാര്യങ്ങൾ തൃശ്ശൂർ പൂരമൊക്കെ നന്നായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല ആ റിപ്പോർട്ടെങ്കിൽ ആ റിപ്പോർട്ട് കൊടുത്തവനെ കുറിച്ച് മുഖ്യമന്ത്രി അന്വേഷിക്കണമല്ലോ. ശ്രീ പി വി അൻവർ, അതായത് ADGP ഒരു ഡബിൾ ഏജന്റ് ആണെന്നാണ് താങ്കൾ പറയുന്നത്. ഒരേ സമയം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി നിൽക്കുക, പാർട്ടിയുടെ വിശ്വസ്തനായി നിൽക്കുക, അതിനുവേണ്ടി സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം വഴിവിട്ട നീക്കം നടത്തുക, അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാക്കുക. ആ പ്രതീതി ഉണ്ടാക്കുന്നതിനോടൊപ്പം മറുപക്ഷത്തിനു വേണ്ടി കൂടി പണിയെടുക്കുന്ന ഒരു ഡബിൾ ഏജന്റ് ആണോ ഈ ADGP? അങ്ങനെ ഒരു ആരോപണമാണോ താങ്കൾ ഉന്നയിക്കുന്നത്? അല്ല, അദ്ദേഹം ഡബിൾ ഏജന്റ് അല്ലല്ലോ. അദ്ദേഹം ഒരു ഭാഗത്ത് UDF വേണ്ടി പണിയെടുക്കുന്നു, അദ്ദേഹം ഒരു ഭാഗത്ത് തൃശ്ശൂരിൽ BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാനുള്ള പണിയെടുക്കുന്നു, മറുഭാഗത്ത് ഇവിടെ പാർട്ടി നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആളാണെന്ന് പറയും. അയാൾ ട്രിപ്പിൾ എഡ്ജഡാണ്. ഒരു എഡ്ജ് കൂടെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഡബിൾ എഡ്ജഡ് അല്ല, ട്രിപ്പിൾ എഡ്ജഡാണ്. ഈ ഇതൊന്നും പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് മനസ്സിലാകാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അവിടെയാണ് എൻ്റെ ചോദ്യം. ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി ബ്രേക്ക് ചെയ്യുന്നൊരു വാർത്ത സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്നാണ്. അങ്ങയുടെ പാർട്ടി സെക്രട്ടറി ഈ P ശശിക്കെതിരായ അങ്ങയുടെ പരാതി അടക്കം സെക്രട്ടേറിയറ്റ് പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ ശ്രീ പി വി അൻവർ? അല്ല, സ്പെസിഫിക് ആയിട്ട് ഞാൻ ഇങ്ങോട്ടുള്ളൊരു വലിയ ആൻസർ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പാർട്ടി സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇന്നത് എന്നല്ല, എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഉചിതമായ നടപടി ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ P ശശിക്ക് ഇതിനകത്തുള്ള എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട അരുൺ നിങ്ങളോട് പറയാൻ ഒരു കാര്യം ശ്രീ പി വി അൻവർ, ഒറ്റ കാര്യം കൂടി എനിക്ക് അതിനകത്ത് ക്ലാരിറ്റി വേണ്ടതാണ്. ADGPയുടെ കാര്യത്തിൽ അങ്ങ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒരു പക്ഷേ ഒരു IPS ഉദ്യോഗസ്ഥന് നേരെ ഉയർന്നേക്കാവുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങളാണ്. കൊലപാതകത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്കന്വേഷിക്കണം, സ്വർണ്ണക്കടത്തിൽ അദ്ദേഹത്തിൻ്റെ പങ്കന്വേഷിക്കണം, ഫോൺ ടാപ്പിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പങ്കന്വേഷിക്കണം, മന്ത്രിമാരുടേതടക്കം മുഖ്യമന്ത്രിയുടേതടക്കം എന്നുള്ളത് നിലയിൽ അങ്ങ് ഒരു ശബ്ദരേഖ പുറത്തുവിട്ടു. അത് രാജ്യദ്രോഹ കുറ്റമാണ്. ഇതൊക്കെ ADGPക്കെതിരെ അങ്ങ് ആരോപിക്കുമ്പോൾ അതേ ADGPയെ മനസ്സിലാകാതെയാണോ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി ആ ADGPക്ക് ക്രമസമാധാനം കൈകാര്യം ചെയ്യാമെന്ന വിഷയം മുഖ്യമന്ത്രി ഉപദേശിച്ചു കൊടുക്കുന്നത്? അല്ല, അദ്ദേഹത്തിന് ഇതൊന്നും അറിയാത്ത ഒരാളല്ലല്ലോ അരുൺ. ഞാൻ ആദ്യം പറഞ്ഞു, അദ്ദേഹം നല്ല കഴിവും ശേഷിയും പ്രാപ്തിയും ഉള്ള ഒരാളാണ്. കഴിവുകേടോ ശേഷിക്കേടോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. എല്ലാവർക്കും ഓരോ ഗ്രാഫുണ്ട് അവനവൻ്റെ കഴിവിൽ. ആ കഴിവിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അത് ചെയ്യാൻ ഭയങ്കര ശേഷിയുള്ള വ്യക്തിയല്ലേ ബഹുമാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറി. പിന്നെന്താ അദ്ദേഹം അത് ചെയ്യാതിരിക്കുന്നത്? അവിടെയാണ് എൻ്റെ ചോദ്യം. താങ്കൾ കരുതുന്നത് അദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമായിരുന്നു, എന്നിട്ടും അങ്ങനെയാണെങ്കിൽ ആ ADGP ആ നിലയിൽ തുടരാൻ അനുവദിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടാവുക? അടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സമ്മേളനം കഴിയുമ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് എത്താനുള്ള ആളല്ലേ ഈ P ശശി? അല്ല, അത് പൊളിറ്റിക്കലാണ് അരുൺ. ഞാൻ ആ ഭാഗത്ത് ദയവായിട്ട് നിങ്ങൾ ഞാൻ പ്രിയപ്പെട്ട അരുണെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഏഷ്യാനെറ്റ് അല്ല, ഞാൻ പറയട്ടെ അരുൺ, ഒരു മിനിറ്റ്. താങ്കളൊക്കെ വളരെ കമ്മിറ്റഡായി സൊസൈറ്റിയോട് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൽ എന്നെ സംബന്ധിച്ചൊരു തർക്കമില്ല. നിങ്ങളൊക്കെ നന്നായിട്ട് ഈ സമൂഹത്തെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളാണ്. താങ്കളായാലും ഉണ്ണി ബാലകൃഷ്ണനായാലും പലരും ഉണ്ട് അങ്ങനെ. ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്ന പേരെന്ന് പറയല്ലോ. പക്ഷേ ഈ പറയുന്ന ഏഷ്യാനെറ്റിൻ്റെ ഒരു നിലവാരമുണ്ട്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിനു വി ജോൺ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ പറയുക, ഈ എങ്ങനെയും ഒരു നന്മയെ നശിപ്പിച്ച് ഒരു തിന്മയാക്കി കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ഈ പറയുന്ന വിനു വി ജോണും അദ്ദേഹത്തിൻ്റെ ടീമും, എനിക്ക് തോന്നുന്നു ചില പത്രക്കാരവിടെ വാർത്ത വായിക്കുന്നവൻ അഭിജോത അടക്കം എനിക്ക് പുറത്തുവിടേണ്ടി വന്നു. മയക്കുമരുന്ന് അടിച്ചും കള്ള് കുടിച്ചും ഇരിക്കുന്നവൻ സ്റ്റുഡിയോയിൽ വന്നിട്ട് ഈ നാട്ടിലെ കാര്യങ്ങൾ വിശദീകരിക്കുന്ന അവസ്ഥയിലേക്ക് തരം താണിരിക്കുകയാണ്. അവരുടെ ആ ലക്ഷ്യത്തിലേക്ക് പൊതുസമൂഹത്തെ കൊണ്ടുപോകാൻ ഏഷ്യാനെറ്റ് മറ്റു ചാനലാണ് മനസ്സിലായി. ഏഷ്യാനെറ്റിന് ഒരു മാധ്യമ പ്രവർത്തകനാണ്. തീർച്ചയായിട്ടും
അതല്ല, ഇത് ജനം കേൾക്കുന്നുണ്ടല്ലോ. അല്ല, മനസ്സിലായി, നിങ്ങൾക്ക് ഞാനത് പറയാൻ പ്രയാസം ഉണ്ടാവും. അല്ലല്ല, പ്രയാസം അതുകൊണ്ടല്ല. വ്യക്തിപരമായ ബന്ധമല്ല ശ്രീ പി വി അൻവർ, അതിനകത്തൊരു പ്രൊഫഷണൽ ഇഷ്യൂ ഉണ്ടല്ലോ. കാരണം ഇത് അങ്ങനെ എല്ലാ മാധ്യമങ്ങളിലൂടെ പറയുമ്പോൾ നമ്മൾ സംപ്രേഷണം ചെയ്യും. പക്ഷെ ഞങ്ങളിലൂടെ അത് പറയുമ്പോൾ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ, മറ്റൊരു മാധ്യമ സ്ഥാപനം എന്നുള്ളൊരു പദവിയും ഒരു പരിഗണനയും ഉണ്ടല്ലോ സ്വാഭാവികം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെട്ടത്. ഇല്ലല്ലല്ല, ഞാൻ അങ്ങയിലൂടെ ഒരു മാധ്യമത്തിലൂടെ ജനങ്ങളോടാണ് സംസാരിക്കുന്നത്. അതിൻ്റെ അങ്ങേയറ്റത്ത് താങ്കളായിപ്പോയി അല്ലെങ്കിൽ റിപ്പോർട്ടറായി എന്നുള്ളത് അതിലൊരു വിഷയമല്ല. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. അതുകൊണ്ട് ഞാൻ സഖാക്കളോട് പറയാം, ദയവായി ഒരൊറ്റ സഖാവും ആ മീഡിയ തുറന്നു പോകരുത് എന്ന വലിയ ഒരു അഭ്യർത്ഥനയുണ്ട്. അവരുടെ ഒരു ഓൺലൈൻ ചാനൽ തുറക്കരുത്. ഇത് നമ്മളുടെ വിഷയത്തിലേക്ക് നമ്മൾ തിരികെ വന്നത് സഖാക്കളോട് അല്ലല്ല, തീർച്ചയായിട്ടും അത് അങ്ങേക്ക് പറയാം, അതിനെ മാധ്യമം എന്ന നിലയിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ലൈവ് ആയതുകൊണ്ടും നമ്മുടെ ഒരു സഹ സ്ഥാപനത്തെക്കുറിച്ച്, മറ്റൊരു സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിലൊരു കോമ്പറ്റീഷൻ എത്തിക്സ് ഉണ്ടല്ലോ. ഇതൊക്കെ CCIയിലൊക്കെ പോകാം, ഒരുപാട് നിയമക്കുരുക്കുകളിലേക്കൊക്കെ പോകാം. അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം കൂടി ശ്രീ പി വി അൻവർ, താങ്കൾ ഈ നടത്തുന്ന പോരാട്ടം ഒരു ജനാധിപത്യ വിപ്ലവമാണെന്നും ആ വിപ്ലവം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുമാണ് താങ്കൾ പറയുന്നത്. പക്ഷേ അതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ADGP അജിത് കുമാർ ആണ് എന്നതാണ് ചിലരെങ്കിലും ധരിച്ചിരുന്നത്. പക്ഷേ ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറിയിലേക്ക് വരുമ്പോഴുള്ള സ്വാഭാവികമായുള്ള ഒരേ ഒരു സംശയം ആ താല്പര്യം എന്തായിരിക്കും എന്നതറിയാനാണ്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇതിൽ അറിയാതെ പോകുന്നതല്ല എന്ന് പറയുമ്പോൾ ഈ ആരോപണങ്ങളുടെ എല്ലാം ആനുകൂല്യം പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ലഭിക്കുന്നുണ്ടോ? അതായത് അങ്ങ് ആരോപിച്ച സ്വർണ്ണക്കടത്ത്, കൊലപാതകം, ഈ വിഷയങ്ങളിൽ ഡബിൾ ഏജന്റായി പ്രവർത്തിക്കുന്നത്, പൂരം കലക്കുന്നതടക്കം ADGPയുടെ മേൽ താങ്കൾ ആരോപിച്ച എല്ലാ ആരോപണങ്ങളുടെയും അന്തിമ ഗുണഭോക്താവ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂടിയാണോ? അല്ല, അത് പറയേണ്ടത് ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് ഞാനല്ല. അത് പറയേണ്ടത്, അന്വേഷിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി അത് അന്വേഷിക്കട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും, എനിക്ക് അദ്ദേഹത്തെ കുരുക്കലാക്കണമെന്നോ അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കണമെന്നോ എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. എനിക്ക് P ശശിയുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള യാതൊരു വിരോധവുമില്ല. അദ്ദേഹം ഇന്നും എൻ്റെ സൗഹൃദ പട്ടികയിലാണ്. പക്ഷേ ഇത് അതിൽ അവസാനിക്കുന്നില്ലെങ്കിൽ, പാർട്ടി അത് പരിശോധിക്കേണ്ട വിധം പരിശോധിക്കുന്നില്ലെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. എല്ലാവർക്കും ദോഷമാവും. അത്രേ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നുള്ളൂ. ചില കാര്യങ്ങൾ കൂടി പറയും എന്നുള്ളൊരു സൂചനയാണ് അങ്ങ് നൽകുന്നത്. അതൊക്കെ നമുക്ക് അപ്പം പറയാം. ശരി, ഇല്ലില്ല, ഞാൻ അങ്ങനെ നിർബന്ധിക്കുന്നില്ല. ശ്രീ പി വി അൻവർ, ഇപ്പോൾ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് അങ്ങോട് ചോദിച്ചു, അതായത് ഈ അന്വേഷണ സംഘത്തിലുള്ള രണ്ടുപേർ, തൃശ്ശൂരിലെ ഈ തോംസണും അതേപോലെ സ്പർജൻ കുമാറും, ഇവർ രണ്ടുപേരും റിപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ ADGPക്കാണ്. ഇതാണ് അങ്ങ് ഹെഡ് മാസ്റ്റർ പിയൂൺ എന്ന ഉപമയിലൂടെ ലളിതമായി വിശദീകരിച്ചത്. അങ്ങനെ കീഴുദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണം നടത്തുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്തതാണ്. അങ്ങനെ വെച്ചാൽ അങ്ങ് താങ്കൾ പറയുന്നു അത് നടക്കുമോ എന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങേക്ക് ഒരു ഉറപ്പും അങ്ങേക്ക് ഒരാത്മവിശ്വാസവും ഉണ്ട്, ക്രമസമാധാന ചുമതലയിൽ ADGP അധികകാലം ഉണ്ടാവില്ല. ശരിയല്ലേ? അല്ല, അങ്ങനെയാണല്ലോ. അതാണല്ലോ അതിൻ്റെ സാമൂഹിക നീതി. ആ സാമൂഹിക നീതിക്കപ്പുറം ഈ പാർട്ടിക്ക് നിൽക്കാൻ കഴിയുമോ ഡോക്ടർ അരുൺ? ഇതൊരു അന്തസ്സുള്ള പാർട്ടിയല്ലേ? അന്തസ്സും ആഭിജാത്യവുമുള്ള പാർട്ടിയാണ്. എല്ലാ തോൽവിയിൽ നിന്നും എല്ലാ ആരോപണങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേൽത്ത ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നു വന്ന് ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ മുന്നിൽ ഒരു ആശ്വാസം, ജനങ്ങളുടെ ഒരു ആശ്വാസ കേന്ദ്രമല്ലേ ഈ പാർട്ടി. ആ പാർട്ടിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയും അരുൺ? എനിക്ക് തോന്നുന്നില്ല പ്രിയപ്പെട്ട അരുൺ. പാർട്ടി അതിൽ ഇടപെടാതിരിക്കാൻ കഴിയും അരുൺ? ഈ പറയുന്ന ഹെഡ് മാസ്റ്ററുടെ ചെയ്തികളെക്കുറിച്ച് സഹാധ്യാപകനെയും പ്യൂണിനെയും അന്വേഷിക്കാൻ ഏൽപ്പിക്കുന്ന ഒരു നിലപാടുണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ടാവും. ആക്ഷൻ വാക്കിപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആകുന്ന കേന്ദ്രത്തിൽ നിന്ന് പേഴ്സണൽ മന്ത്രാലയം ഇടപെടും. ഒരു കാര്യം കൂടി പി വി അൻവർ ഇന്നലെ കേട്ടതാണ്, ഉറപ്പില്ലാത്തൊരു കാര്യമാണ്, എങ്കിലും ഞാൻ അങ്ങയോട് ചോദിക്കാം, അങ്ങ് അത് കേട്ടോ എന്നറിയാനാണ്. ഇന്നലെ കേന്ദ്രത്തിൽ നിന്നും പേഴ്സണൽ മന്ത്രാലയത്തിൽ നിന്നും സംസ്ഥാനത്തെ DGPക്ക് ഒരു ഫോൺ കോൾ വന്നുവെന്നും ADGP ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തിയാൽ
അതിന് തക്കതായ വിശദീകരണം നൽകേണ്ടി വരുമെന്നും ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായതായി ഞങ്ങൾ കേൾക്കുന്നു. പക്ഷേ ഞങ്ങൾ സ്ഥിരീകരിക്കാത്തതുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യാഞ്ഞതാണ്. അങ്ങനെ എന്തെങ്കിലും ബാഹ്യ ഇടപെടലുകൾ ഉള്ളതായി താങ്കൾ സംശയിക്കുന്നുണ്ടോ? ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാത്തതിന് ഇങ്ങനൊരു ആരോപണം കേൾക്കുന്നുണ്ട്. ഇത് വാസ്തവമാണോ എന്ന് എനിക്കറിയില്ല. അത് എനിക്കറിയില്ല അരുൺ. അങ്ങനെ ഒരു വാർത്ത ഞാൻ കേൾക്കുന്നുണ്ട്. എൻ്റെ വാസ്തവത്തെക്കുറിച്ച് അറിയില്ല. വേറൊരു വാർത്തയും കൂടി ഉണ്ട് അരുൺ. പിന്നെ PV അൻവർ അങ്ങനെ പറഞ്ഞു എന്ന് പറയാൻ നിൽക്കണ്ട. കേട്ട കാര്യമാണ്. അരുൺ കേട്ടതുപോലെ മറ്റൊരു കാര്യം. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് പാലക്കാട് ഒരു RSSൻ്റെ ഒരു വലിയ വളരെ വേണ്ടപ്പെട്ടവരുടെ ഒരു യോഗത്തിൽ ഈ പറയുന്ന MR അജിത് കുമാർ പങ്കെടുത്തു, അഭിവാദ്യങ്ങൾ അർപ്പിച്ചു എന്ന ഒരു വിവരം എൻ്റെ അടുത്തുണ്ട്. ഞാനതിൻ്റെ ആ യോഗത്തിൻ്റെ വല്ല ഡീറ്റെയിൽസും അതിൻ്റെ വീഡിയോസോ അന്നത്തെ സംഭാഷണമോ കിട്ടുമോ എന്ന് കിട്ടാൻ പരിശ്രമിക്കുകയാണ്. എനിക്ക് കിട്ടിയ വിവരമാണ്. അപ്പോൾ താങ്കൾക്ക് വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെയാണ് പോലീസിൽ നിന്ന് എനിക്കത് എന്നോടത് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വസ്തുത കുറച്ചും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെ ഞാൻ അറിയിക്കും. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു മെസ്സേജൊക്കെ ഡൽഹിയിൽ നിന്ന് വന്നു എന്ന് പറയുന്നതിൽ എനിക്കതിൽ ഞെട്ടലൊന്നും ഉളവാക്കുന്നില്ല. RSSന്റെ പരിപാടിയിൽ MR അജിത് കുമാർ പങ്കെടുത്തു, രഹസ്യമായി പങ്കെടുത്തു 2 വർഷം മുൻപ്. അതിൻ്റെ വിവരം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് താങ്കൾ ഉറപ്പിക്കുന്നു അങ്ങനെ ഉണ്ടാവാം. സോഴ്സ് വളരെ ക്ലിയർ ആണ്. വിശ്വസനീയമായ സോഴ്സിൽ നിന്നാണ് താങ്കൾക്ക് ഈ വിവരം കിട്ടിയിട്ടുള്ളത്. ഞാൻ എനിക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിയ വിവരമാണ്. ആ വിവരം തന്ന ഉദ്യോഗസ്ഥരോട് തന്നെ അതിൻ്റെ നിജസ്ഥിതി അന്വേഷിച്ച് വല്ല വീഡിയോ അത് കമ്മ്യൂണിക്കേഷനോ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരത് അന്വേഷിക്കുന്നുണ്ട്. ഞാൻ ഉറപ്പിച്ച് പറയല്ല. താങ്കൾ പറഞ്ഞതുപോലെ എനിക്ക് കിട്ടിയൊരു വിവരം കൺവേ ചെയ്യാണ്. അത് ഒരു 95% ശരിയാകും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് ഈ പുറത്ത് കാണുന്ന ADGP അജിത് കുമാർ അല്ല, രാഷ്ട്രീയമായി ഒരുപാട് ലക്ഷ്യങ്ങളും ഒരുപാട് താല്പര്യങ്ങളുമുള്ള അജിത് കുമാറാണ് എന്നാണ് താങ്കൾ പറഞ്ഞു വയ്ക്കുന്നത്. അതിന് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും കബളിപ്പിച്ചു എന്ന് വേണമോ കരുതാൻ? അല്ല, അങ്ങനെ തന്നെയാണല്ലോ ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത് പുറത്തു കൊണ്ടുവന്നത്. അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്ന പാർട്ടിയും സംവിധാനവും അവരോട് എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അവരൊക്കെ ഒരു സെമി വിശ്വാസത്തിലായിരുന്നു. അതല്ല ശരി, ഇതാണ് ശരി, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പൊതുസമൂഹത്തിനോടും പാർട്ടിയോടും ഞാൻ പബ്ലിക്കായി വിളിച്ച് പറഞ്ഞതല്ലേ. അത് വിളിച്ച് പറഞ്ഞതെന്താ? ആരെയും കബളിപ്പിക്കാനുള്ള ശേഷി ഈ പറയുന്നത് അജിത് കുമാറുണ്ട്. ഈസ് ദാറ്റ് മച്ച് ക്ലെവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ക്ലെവർനെസ്സിൻ്റെ ഇടയിൽ പലർക്കും പലതും മനസ്സിലാകാതെ പോയിട്ടുണ്ട്. അതല്ലേ ഇത് ഇവിടെ എത്തി നിന്നത്. VS സുനിൽകുമാറിനെയും ഇടതുമുന്നണിയെയും തൃശ്ശൂരിൽ ഇരയാക്കുകയായിരുന്നു, അഥവാ ബലിയാടാക്കുകയായിരുന്നു ADGPയുടെ നേതൃത്വത്തിൽ നടന്നൊരു ഓപ്പറേഷനാണ് എന്നാണ് താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. സ്ട്രെയിറ്റ് ആയി ചോദിക്കുകയാണ് PV അൻവർ. അല്ല, P സുനിൽകുമാറിനെ അല്ല, ആ സാധുവിനെ അല്ലല്ലോ ഇവിടെ രക്തസാക്ഷിയാക്കിയത്. തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര വോട്ടുണ്ട്, CPIക്ക് എത്ര വോട്ടുണ്ട് നമുക്കറിയാലോ. അപ്പോൾ ആരാണ് ഇലക്ഷൻ നയിക്കുന്നത്? ഈ 20 സീറ്റും ഇവിടെ പാർലമെൻറ്റ് ആ തെരഞ്ഞെടുപ്പിൻ്റെ നേതൃത്വം നൽകിയതും അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും നയിച്ചതും ആരാണ്? അപ്പോൾ സുനിൽകുമാറിനെ അല്ല പരാജയപ്പെടുത്തിയത്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കടക്കൽ കത്തിവെക്കുകയാണ് തൃശ്ശൂർ പൂരം കലക്കിക്കൊണ്ട് ഈ ADGP ചെയ്തത്. അതിലെന്താ തർക്കം? അല്ലെങ്കിൽ സുനിൽകുമാർ തോൽക്കുമായിരുന്നോ? റീസൺ എന്താ? പോലീസിങ്. ഇതെല്ലാം എല്ലായിടത്തും കേരളത്തിലെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടവരും ഞാൻ നമ്മുടെ കേരളത്തിലില്ലേ ആ ഇന്റലിജൻസ് സംവിധാനം പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുത്ത റിപ്പോർട്ടില്ലേ? എന്നിട്ട് അതേ ADGPയെ തന്നെ അതേ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏൽപ്പിക്കുന്നത് ആശ്ചര്യമല്ലേ? അല്ല, ഇപ്പോൾ സ്പർജൻ കുമാർ എങ്ങനെ അദ്ദേഹം റിപ്പോർട്ട് ഇദ്ദേഹത്തിനെതിരെ കൊടുക്കുക? അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ ഒരു കാര്യമില്ല, ഇദ്ദേഹത്തിനെതിരെ റിപ്പോർട്ട് കൊടുക്കാനുള്ള ശേഷി ബഹുമാനപ്പെട്ട സ്പർജൻ കുമാറിന് ഇല്ല എന്നെനിക്കറിയാം. കാരണം കൊല വിളിക്കും. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് അധികാരം പോലീസും മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ സമ്പത്തുണ്ട്, ഗുണ്ടകളുണ്ട്, നാടിനീള ബന്ധങ്ങളുണ്ട്, ദുബായുമായി ബന്ധപ്പെട്ട ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഹാക്കേഴ്സ് ഉണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ. ഇതെല്ലാം ഉപയോഗിച്ച് ഇവരുടെയൊക്കെ ജീവിതം കുട്ടിച്ചോറാക്കും. ഇതിലൊക്കെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഷെയറോ ഉള്ളതായി സംശയിക്കുന്നുണ്ടോ ശ്രീ PV അൻവർ? അതിപ്പോൾ എന്നോട് അങ്ങനെ ചോദിക്കേണ്ട ആരും. നമുക്കത് പറയേണ്ട ഘട്ടം വരുമ്പോൾ പറയാം. ഇപ്പം ഞാനതിന് മറുപടി പറയുന്നില്ല. ശരി.
താങ്കൾ ADGP-ലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. പറയുന്നില്ല. ശരി, മനസ്സിലായി. ഈ സമയത്ത് അർദ്ധരാത്രിയിൽ ഈ ADGP, ഞാൻ തൃശ്ശൂർ പൂരത്തിലേക്ക് വരികയാണെങ്കിൽ, തൃശ്ശൂർ പൂരത്തിന് അന്ന് രാത്രിയിൽ ADGP-യുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും പിന്നീട് വൈകി അറിഞ്ഞൊരു കാര്യം. പകൽ സമയത്ത് രാത്രിയിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അതായത് അങ്കിത് അശോകൻ എന്ന് പറയുന്ന ഒരു താരതമ്യേന ജൂനിയറായ ഒരു സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ തൃശ്ശൂർ പൂരം നഗരവേദിയിൽ പെട്ടെന്ന് ഒരു പ്രദേശത്തെ ലൈറ്റണയ്ക്കാനും ആ പ്രദേശത്തെ പാപ്പാന്മാരുടെ കയർക്കാനും അവിടെയുള്ള മേളക്കാരുടെ മേളം നിർത്താനും പറയാനൊരു പോലീസ് കമ്മീഷണർക്ക് കഴിയില്ല എന്നുള്ളതൊരു കോമൺ ലോജിക്കൽ, ഒരു സിമ്പിൾ ലോജിക്കല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള സംവിധാനം എന്തുകൊണ്ടാണ് ഈ വിവരം മുഖ്യമന്ത്രി ഇത് ധരിക്കാതെ പോയത്, അറിയാതെ പോയത്? മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 1 മാസം കൂടി കഴിഞ്ഞിട്ടാണ് ഈ അങ്കിത് അശോകനെ അവിടെ നിന്ന് മാറ്റുന്നത് എന്നതുകൂടി അറിയണം, ഇളങ്കോയെ കൊണ്ടുവരുന്നത്. എന്നു വെച്ചാൽ ഇപ്പോഴും ആ റിപ്പോർട്ട് വെളിച്ചം കാണാതിരിക്കുന്നതിനു പിന്നിൽ ആരുടെ താല്പര്യമായിരിക്കും ശ്രീ PV അൻവർ? ഞാനൊന്ന് ചോദിക്കട്ടെ, അരുൺ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ സംശയം, ഞാൻ ഇപ്പോഴല്ല ഈ കാര്യം ചൂണ്ടിക്കാട്ടുന്ന പ്രിയപ്പെട്ട അരുൺ. അന്ന് എൻ്റെ FB പോസ്റ്റ് പിറ്റേ ദിവസം എടുത്ത് പരിശോധിച്ചേക്കാണ്. അന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്കിതിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ? അതിന് ധൈര്യം വരുമോ? പോട്ടെ, ഈ പറയുന്ന ADGP തലേ ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിവരം. ഇനി അവിടെ ഇല്ല എന്ന് വിചാരിക്കുക, അവിടെ DIG ഇല്ലേ, IG ഇല്ലേ? ഈ പറയുന്ന കമ്മീഷണർക്ക് ഒരു ഫോണിൽ വിളിച്ച് സാർ ഞാൻ എന്താണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചൂടെ? ഇതൊരു സെക്കൻഡിലുണ്ടാകുന്ന വിഷയമല്ലല്ലോ, മണിക്കൂറുകൾ നീണ്ടു നിന്ന വാഗ്വാദങ്ങളല്ലേ അവിടെ നടന്നത്. സാർ ഞാൻ എന്ത് ചെയ്യണം എന്ന് ADGP അജിത് കുമാറിനോട് സ്വാഭാവികമായിട്ടും പ്രിയപ്പെട്ട അരുൺ വിളിച്ച് ചോദിക്കൂലേ? അതുണ്ടായോ? അതെന്തുകൊണ്ടാണ് ഉണ്ടായത്? എന്താ അതിൽ നിന്ന് കേവല ബുദ്ധിയില്ല? ഇതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ടല്ലോ പ്രിയപ്പെട്ട അരുൺ, ആലോചിച്ചാൽ മനസ്സിലാവില്ലേ? നീ ആ പൂരം കലക്കിയിട്ട് വന്നാൽ മതി. ആ പൂരം കലക്കാനുള്ള എളുപ്പ വഴികൾ ഇന്നതാണ്. ലൈറ്റ് അവിടെ ഓഫ് ചെയ്യണം, ഇവിടെ കുടമാറ്റത്തിന് ഇവിടെ സമ്മതിക്കരുത്, അവിടെ പോലീസ് ബാരിക്കേഡ് ഉണ്ടാകണം, ബാക്കി ഞാൻ നോക്കിക്കോളാം, വെടിക്കെട്ട് നടന്നു പോകരുത്, നിൻ്റെ ഉത്തരവാദിത്തം അതാണ്, അത് നിറവേറ്റിക്കൊള്ളണം, അത് നിറവേറ്റിയില്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധു എന്ത് ചെയ്യും? അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്നല്ലേ കേവല ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലാവുക പ്രിയപ്പെട്ടവരുണ്ട്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണോ ഇന്നിപ്പോൾ K. സുരേന്ദ്രൻ പൂരത്തിന്റെ റിപ്പോർട്ട് എവിടെയെന്ന ചോദ്യം ചോദിക്കുമ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ അതല്ലല്ലോ വിഷയം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത്? അതെ, അവരെ സംബന്ധിച്ച് അതല്ലല്ലോ വിഷയം. K. സുരേന്ദ്രൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? അദ്ദേഹത്തെ സംബന്ധിച്ച് അതല്ലേ, അത് അവർക്ക് കിട്ടിയൊരു സഹായമല്ലേ, അത് അദ്ദേഹം ഏറ്റെടുക്കുമോ? അത് സ്വാഭാവികമല്ലേ? അതുകൊണ്ട് പറഞ്ഞത് തെറ്റില്ല, അത് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് എന്നാണ് എൻ്റെ വിശ്വാസം. BJP ഇപ്പോൾ ശ്രമിക്കുന്നത് ADGP-യെ സംരക്ഷിക്കാനാണ്. അല്ല, BJP ഞാൻ പ്രസ്താവനകൾ കൂടുതലൊന്നും കണ്ടില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തെ രക്ഷിക്കാനുള്ളൊരു നിലപാട് ആർക്കും എടുക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു ചെറിയ സൗകര്യം BJP-ക്ക് ചെയ്തു കൊടുത്തു എന്നുള്ളത് കൊണ്ട്, കേരളത്തിലൊരു സീറ്റ് ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്ക് ഇദ്ദേഹത്തെ പിന്തുണക്കാൻ കഴിയുമെന്ന അഭിപ്രായം എനിക്കില്ല. BJP പ്രവർത്തകരുടെ അതിലും ഒരു പൊതുസമൂഹം ഉണ്ടല്ലോ, അവരും ഈ ചെയ്തികൾക്ക് അവർ കൂട്ടു നിൽക്കുമോ? BJP-യുടെ സാധാരണക്കാരായ മനുഷ്യർ. ഇതൊരു സാമൂഹ്യ പ്രശ്നമല്ലേ, ഇതൊരു സാമൂഹിക വിപത്തല്ലേ? അതിൽ BJP പ്രവർത്തകർ തലതിരിഞ്ഞ് നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഈ സമൂഹം ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. PV അൻവർ, ഈ സുജിത് ദാസിനെതിരെ ഇന്നിപ്പോൾ അങ്ങൊരു ആരോപണം ഉന്നയിച്ചത്, സുജിത് ദാസ് അവധിയിൽ പോകുന്ന സമയത്തും ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയെന്നാണ്. അങ്ങേക്ക് അതിൻ്റെ സൂചനകൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇന്നിപ്പോൾ ഒരു ഗോൾഡ് സ്മിത്ത് ഉണ്ണിയുടെ കാര്യം അങ്ങ് പറഞ്ഞു, ആ ദൃശ്യങ്ങൾ നമ്മളടക്കം കൊടുക്കുകയും ചെയ്യാം അങ്ങ് നൽകുന്ന പക്ഷം. അത് യഥാർത്ഥത്തിലൊരു സൂചനയാണ്. അന്വേഷണത്തെ അട്ടിമറിക്കാൻ മലപ്പുറം SP ആയിരുന്ന പത്തനംതിട്ട SP ഇപ്പോൾ ചുമതലയിൽ നിന്ന് മാറ്റപ്പെട്ട സുജിത് ദാസ് ശ്രമിക്കുന്നുണ്ട് എന്ന് അങ്ങേക്ക് ബോധ്യമുണ്ടോ ഇപ്പോൾ, ഇതിനകം തന്നെ കഴിഞ്ഞ 3 ദിവസങ്ങളായി? എൻ്റെ അരുൺ, അതൊരു കോമൺ സെൻസ് ഉള്ള ആർക്കും ആലോചിച്ചൂടെ? എന്തിനാ അദ്ദേഹം 3 ദിവസം പെട്ടെന്ന് ലീവ് എടുത്തത്? അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. ഈ പറയുന്ന ADGP പ്രതീക്ഷിച്ചോ ഈ കാര്യങ്ങൾ ഇങ്ങനെ ഒരു രാത്രി കൊണ്ട് അട്ടിമറിയുമെന്ന്? അപ്പോൾ ഇവരൊക്കെ ഒരു ലാവിഷായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതാണ്. ഈ പറയുന്ന കവടിയാർ കൊട്ടാരത്തിൻ്റെ മുന്നിൽ വന്ന് സ്ഥലം വാങ്ങാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ധൈര്യം കാണിച്ചാൽ അതിന് മനസ്സിലാക്കേണ്ടത് എന്താ? ഇതൊന്നും ആരും ചോദ്യം ചെയ്യാനില്ല എന്ന ധാരണയാണ്.
പക്ഷേ എനിക്കവിടെ ശ്രീ പി വി അൻവർ, എനിക്ക് നമ്മൾ തുറന്ന് സംസാരിക്കുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുന്നു. ശ്രീ പി വി അൻവർ, ഞങ്ങളുടെ ദൃശ്യങ്ങളിൽ കാണാം അങ്ങ് പറഞ്ഞ ഉണ്ണിയുടെ ഗോൾഡ് സ്മിത്ത് എന്ന ഉണ്ണിയുടെ ആഭരണശാലയിലാണ് ഞങ്ങളുടെ വാർത്താ സംഘമുള്ളത്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങ് കവടിയാറിൻ്റെ കാര്യം പറഞ്ഞു. ഞാനതിനെ വിമർശനാത്മകമായി കണ്ടു. ഞാൻ കഴിഞ്ഞ ചർച്ചയിലും ഉന്നയിച്ചൊരു കാര്യം, ഞങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കാൻ കഴിഞ്ഞ വിവരപ്രകാരം 2004 ADGP അവിടെ 10.5 സെന്റ് സ്ഥലം വാങ്ങുന്നത്. 12.5 ലക്ഷം രൂപയ്ക്കാണ് സ്ഥലം വാങ്ങിയത് 2004. അത് അദ്ദേഹത്തിൻ്റെ അമ്മായിയച്ഛൻ, അദ്ദേഹത്തിന് സമ്പത്തുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിന് ഒരു പ്രൊഫഷനുണ്ട്. 1.25 കോടി രൂപയോളം അമ്മായിയച്ഛനാണ് ഗിഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഒരു ADGP ആണല്ലോ. അദ്ദേഹത്തിന് 1.5 കോടി രൂപയുടെ ലോണുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങ് ഉന്നയിച്ച കവടിയാർ വിഷയത്തിൽ കാര്യമായ കഴമ്പില്ല എന്നാണ് ചിലരെങ്കിലും മനസ്സിലാക്കുന്നത്, ഞാനടക്കം. അങ്ങേക്ക് വേണമെങ്കിൽ എന്നെ തിരുത്താം. അതായത് അങ്ങ് പറയുന്ന വളരെ ഗൗരവമേറിയ വിഷയങ്ങൾക്കൊപ്പം ചേർക്കുന്ന ചില ഉദാഹരണങ്ങൾ പാളിപ്പോകുന്നുണ്ടോ ശ്രീ പി വി അൻവർ? ഞാൻ സ്ട്രെയിറ്റ് ആയി ചോദിക്കുകയാണ് പി വി അൻവർ. കാര്യം നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടില്ല. ഞാൻ അങ്ങേക്കൊരു മെസ്സേജ് അയച്ചു എന്നത് ഒഴിച്ചു നിർത്തിയാൽ. അല്ല, അതെ ഈ ഒരു വിഷയത്തിൽ ഡോക്ടർ അരുണ് തെറ്റിദ്ധാരണയുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ആ വിഷയം ഉന്നയിക്കുമ്പോൾ അന്ന് പത്രമാധ്യമങ്ങളുടെ മുന്നിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരുപാട് ജോലി എനിക്ക് നൽകിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു ജോലി നൽകുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരു വിഷയം ഞാൻ കേൾക്കുന്നുണ്ട്. 10 സെൻറ്റ് ADGPയുടെ പേരിലും 12 സെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരൻ്റെ പേരിലും രജിസ്റ്റർ ചെയ്ത് വീട് പണി നടക്കുന്നുണ്ടെന്നതിൻ്റെ വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. 12,000 ആണോ 15,000 സ്ക്വയർ ഫീറ്റ് എന്ന് എനിക്കറിയില്ല. നിങ്ങളത് പോയി അന്വേഷിക്കുക എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കത് കൃത്യമായ വിവരം ആ സമയത്ത് എൻ്റെ കയ്യിലില്ല. അങ്ങനെ നിങ്ങൾ തന്നെയാണിത് പോയി കണ്ടത്. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു, 15,000 പറഞ്ഞു, 22 സെൻറ്റ് പറഞ്ഞു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതൊക്കെ റെക്കോർഡാണല്ലോ. ഞാൻ അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഡോക്ടർ അരുൺ പറഞ്ഞതിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ 2004 1.25 കോടി രൂപയ്ക്കാണ് ഈ സാധനം വാങ്ങുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു ഉയർന്ന IPSകാരന് അത്രയും സർവീസില്ല. എത്ര സർവീസ് ഈ പറയുന്ന 2000 ഏത് വർഷം പറഞ്ഞ അരുൺ? 29 വർഷം സർവീസ് ഉണ്ട്. 2004 പർച്ചേസ് ചെയ്തത്. 29 അല്ല 2004 അല്ല 2012 എന്തോ പറഞ്ഞു. 2004 അല്ലേ? അതെ. അത് ഗിഫ്റ്റാണ്. 2004 വാങ്ങിയത്. ഗിഫ്റ്റാണ്. അമ്മായിയച്ഛനാണ് വാങ്ങി കൊടുത്തത്. ഓക്കെ. പിന്നെ ഈ ലോൺ എന്തിനാ 1.5 കോടി രൂപ? വീട് വയ്ക്കാൻ അമ്മായിച്ച വാങ്ങി കൊടുത്ത പ്രോപ്പർട്ടിക്ക് പിന്നെ എന്തിനാ ലോണ്? അല്ലാതെ വീട് വയ്ക്കാനാണ് ശ്രീ പി വി അൻവർ. ഹലോ, അപ്പോൾ ആ വീട് ഈ 1.5 കോടി രൂപ ഒരു റീപേയ്മെൻറ്റ് നടത്തണമെങ്കിൽ ഒരു മാസത്തിൽ എത്ര രൂപ അടക്കണം? 2-2.25 ലക്ഷം അടക്കേണ്ടി വരും എൻ്റെ അറിവിൽ. അതെവിടുന്നാ? അല്ല, അദ്ദേഹത്തിന് 2.25 ലക്ഷം രൂപ ബേസ് സാലറി തന്നെ. 2,24,000 അദ്ദേഹത്തിന് ബേസിക് സാലറി. DA കൂടെ കൂട്ടി വരുമ്പോൾ 3 ലക്ഷത്തിന് അടുത്ത് വരും. അപ്പോൾ ഈ 2.25 ലക്ഷം സാലറി മൊത്തമായിട്ട് വീട്ടിലേക്ക് അടക്കും. പിന്നെ അദ്ദേഹം ഭക്ഷണം കഴിക്കണ്ടേ? അത് ലോജിക്കില്ല. അത് പോട്ടെ, നമ്മൾ അതിൽ നിന്ന് വിടാം. ഞാൻ എൻ്റെ അടുത്ത് തെറ്റ് പറ്റി, ഓക്കെ, വിട്ടേക്ക്. അദ്ദേഹത്തിൻ്റെ അമ്മായിയപ്പം കൊടുത്തു, അദ്ദേഹത്തിന് അത് വാങ്ങാനുള്ള ശേഷിയുണ്ട്, അദ്ദേഹം 2.25 ലക്ഷം ശമ്പളം ഉണ്ട്, ആ ശമ്പളം ഒന്നായിട്ട് ലോണിൽ അടക്കുകയാണ്, ഓക്കെ, അത് വിടാം നമുക്ക്. അത് വിട്ടു. ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. അതായത് മുഖ്യമന്ത്രി നേരത്തെ അങ്ങ് ആരോപണം ഉന്നയിച്ചപ്പോൾ കേട്ട വിമർശനങ്ങളാണ്. ഞാൻ തന്നെ ഉന്നയിച്ചൊരു വിമർശനമാണ്. അത് ഞാൻ തുറന്ന് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ അങ്ങ് 150 കോടി രൂപയുടെ വിമർശനം നിയമസഭയിൽ അങ്ങ് ഉന്നയിച്ചു. നിയമസഭയിൽ ഉന്നയിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഉന്നയിക്കുന്ന വിഷയത്തിൻ്റെ പുറത്ത് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല പുറത്ത്. കാരണം അങ്ങേക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഒരു ജുഡീഷ്യൽ പ്രോസസ്സിന് വിധേയനാക്കാൻ കഴിയും. പക്ഷേ ഹാഫിസ്, കേരള കോൺഗ്രസ് EM വിഭാഗത്തിൽ നിന്നുള്ള നമ്മുടെ ഹാഫിസ് പരാതിയുമായി പോയി ഒരു കേസ് വിജിലൻസ് കോടതിയിൽ കൊടുക്കുന്നു. വിജിലൻസ് കോടതി പക്ഷേ അന്ന് ഹാഫിസിനോട് തെളിവ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് അങ്ങ് പറഞ്ഞ് കേട്ടറിവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഹിയർസേ എവിഡൻസ് എന്നാണ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അന്ന് അങ്ങനെ ഹാഫിസിന് അവിടെ നിന്ന് പോകേണ്ടി വന്നു. ആ കേസ് പിന്നെ മുന്നോട്ട് പോയില്ല. വിജിലൻസിൻ്റെ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ കേസല്ല നടത്തി, ഇങ്ങനെ ഇത് ഉള്ളതില്ല, ഇത് മറ്റ് തെളിവുകളൊന്നുമില്ല എന്ന് അവർ കണ്ടത്. പക്ഷേ അങ്ങയുടെ മൊഴിയെടുക്കാൻ അപ്പോൾ വിജിലൻസിന് കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം താങ്കൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷേ താങ്കൾക്ക് അങ്ങനെ ഒരു തെളിവുണ്ടെങ്കിൽ, ഇതാ നമ്മൾ അന്ന് ചോദിച്ചതാണ്, അന്ന് വൈകുന്നേരം ഞാനും അങ്ങും തമ്മിൽ സംസാരിച്ചിരുന്നു ലൈവായി, അങ്ങേക്ക് തെളിവ് പുറത്തു വിടാമല്ലോ, അതെന്തുകൊണ്ട് വിടുന്നില്ല? അപ്പോൾ താങ്കൾ വലിയ രീതിയിലൊരു വെടി പൊട്ടിക്കുന്നു, എന്നിട്ട് ബാക്കിയുള്ളവർ കണ്ടെത്തട്ടെ എന്ന് പറയുന്നു എന്ന സ്ഥിരം പല്ലവിയായി മാറുന്നു എന്നൊരു വിമർശനം ഒരു ഭാഗത്തുണ്ട്. ഞാൻ അങ്ങ് പറഞ്ഞ മറ്റാരോപണങ്ങളെ നിഷേധിക്കുന്നില്ല, ഞാൻ ഈ വിഷയത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. ഓക്കെ, അല്ല, ഈ വിഷയത്തിൽ ഞാനിപ്പോൾ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. എന്നെ അതിൽ നിന്ന് നിങ്ങൾ കുറ്റവിമുക്തനാക്കി തരണമെന്ന അഭിപ്രായം റിക്വസ്റ്റും എൻ്റെ ഭാഗത്തുനിന്നില്ല. ആ പോലീസിന് വേണമെങ്കിൽ എൻ്റെ അടുത്ത് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാമായിരുന്നു.
താങ്കൾ എനിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ എന്താ കുഴപ്പം? സ്പീക്കർക്ക് ഒരു കത്ത് കൊടുത്താൽ അതിന് അനുമതി കിട്ടുമല്ലോ. അത് ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഞാൻ ഈ ഒരു യുദ്ധത്തിൽ തൽക്കാലം ഞാൻ ഒറ്റ ഫോക്കസിലാണ് പോകുന്നത്. തൽക്കാലം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അതിൽ നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് വിഷയമില്ല, വിഷമമില്ല. യു ക്യാൻ പ്രൊസീഡ്. അല്ല, ജസ്റ്റ് അതിൻ്റെ നമ്മൾ എല്ലാ വശങ്ങളും സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണമല്ലോ. അതുകൊണ്ട് മാത്രം ഞങ്ങൾ അവിശ്വസിക്കുന്നില്ല ശ്രീ പി വി അൻവർ. അങ്ങ് തുറന്നു വെച്ചത്, അങ്ങ് ഞങ്ങൾ സംസാരിക്കുമ്പോഴും മനസ്സിലാക്കുന്നത് അങ്ങ് തുടങ്ങി വെച്ച ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പോലീസിംഗ് സംവിധാനത്തെ മെച്ചപ്പെടുത്താനാണ് എന്ന വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. കാരണം 2 പിണറായി സർക്കാരിൻ്റെ കാലയളവിലുമായി 17 കസ്റ്റഡി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പല ഘട്ടങ്ങളിലും. മാത്രമല്ല, പോലീസിംഗ് ആണ് ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായ അല്പമെങ്കിലും മോശപ്പെടുത്തിയതെന്ന് പരക്കെ അഭിപ്രായവുമുണ്ട് എന്ന കാര്യവും അങ്ങേക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ആ പോരാട്ടത്തിനൊന്നും അങ്ങ് ഒറ്റയ്ക്കല്ല, ഒരു പൊതുസമൂഹം അങ്ങയുടെ കൂടെ ഉണ്ടാവും. ഇത് അടിസ്ഥാനമായ സംശയങ്ങളായിരുന്നു. നമുക്കിനി വരും ദിവസങ്ങളിൽ ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങയുടെ പരിമിതി, പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞതിനെ ഞങ്ങൾ മാനിക്കുന്നു. തീർച്ചയായും അങ്ങ് ഇന്ന് തന്നെ മടങ്ങുമോ നിലമ്പൂരിലേക്ക്? അതായത് തലസ്ഥാനത്തെ അങ്ങയുടെ രാഷ്ട്രീയ വരവിൻ്റെ രാഷ്ട്രീയ ഉദ്ദേശം തീർന്നു. ഞങ്ങൾ ഇങ്ങനെയാണ് കൊടുക്കുക. അതെ, അങ്ങ് വന്നതിന് ശേഷം ഉള്ള ബ്രേക്കിംഗ് വാർത്തയിലാണ് പി ശശി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ CPM ഗൗരവമേറിയ പരിശോധനയ്ക്ക് തയ്യാറാവുന്നു എന്നതാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ബ്രേക്കിംഗ്. സെക്രട്ടേറിയറ്റിൽ ഈ വിഷയം ചർച്ച ചെയ്യും എന്നുള്ളതാണ്. താങ്ക് യു ശ്രീ പി വി അൻവർ. അങ്ങ് ഭക്ഷണം കഴിച്ചോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. രാവിലെ ഈ ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. നോൺ പൊളിറ്റിക്കലാണ്, വളരെ പേഴ്സണലായ ചോദ്യമാണ്, എങ്കിലും പ്രേക്ഷകർക്ക് വേണ്ടി. കഴിഞ്ഞ ഒരു 6-7 മാസമായി താങ്കൾ ഇതിൻ്റെ ഗവേഷണത്തിലായിരുന്നല്ലോ. എനിക്കൊന്ന് 6-7 മാസങ്ങളായി തന്നെ താങ്കൾ ഇതിന് പിന്നിൽ തെളിവുകൾ ശേഖരിക്കാനും ഒക്കെ പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഇതിനിടയിൽ പല ആളുകളും താങ്കളെ ബന്ധപ്പെടാനൊക്കെ ശ്രമിച്ചു, ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. അപ്പോൾ ഒരുപാട് അസ്വസ്ഥത പേഴ്സണലി താങ്കൾക്കുണ്ടായിരുന്നു ഈ വിഷയവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ? എനിക്കൊരു അസ്വസ്ഥതയില്ലേ. അതെന്നെപ്പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. എനിക്കൊരു അസ്വസ്ഥതയില്ല, ഒരു ടെൻഷനും ഇല്ല. ഞാൻ 2 കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരുണ്ട്. എൻ്റെ മുമ്പിൽ ഇതിൽ വരുന്ന വെല്ലുവിളികൾ എന്താണ്? ഒന്ന്, ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്മാർ, ഈ പറയുന്ന ലോബികളെല്ലാം ചേർന്നിട്ട് ഒരു പക്ഷേ നാളെ എന്നെ അപായപ്പെടുത്തേക്കാം, അല്ലെങ്കിൽ എന്നെ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ കള്ളക്കേസിൽ കുടുക്കി എന്നെ ജയിലിൽ അടച്ചേക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, അങ്ങനെ വന്നാൽ എന്താ, ഒരു 2, 3, 4 വർഷം ജയിലിൽ കിടക്കണം, അത്രയല്ലേ ഉള്ളൂ. ഒരു നല്ലൊരു റെസ്റ്റ് കിട്ടും. കാരണം എനിക്ക് ജീവിതത്തിൽ ഒരു 15 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ റെസ്റ്റ് എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ കുറച്ച് എഴുതാനും വായിക്കാനൊക്കെ നമുക്ക് പറ്റില്ല. അങ്ങനെ 5-6 കൊല്ലം കിടക്കാൻ അത് ഞാൻ മാനസികമായിട്ട് തയ്യാറാണ്. രണ്ടാമത്തെ കാര്യം ആലോചിച്ച് പിന്നെന്താ വരാനുള്ളത്? ഈ പറയുന്ന ഒന്നുകിൽ മരണപ്പെടും, അല്ലെങ്കിൽ 4-5 വർഷം നമ്മൾ എന്താ പറയുക ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നെന്താ വരുന്നത്? ഈ 3 അക്ഷരം തെറിക്കും. ഇത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കതിൽ യാതൊരു എന്താ പറയുക ഒരു സങ്കോചമോ ഒരു ടെൻഷനോ ഒന്നും ഈ വിഷയത്തിൽ എനിക്കില്ല. ശരീരത്തിൽ തൊടാനുള്ള ശേഷിയൊക്കെ ഈ പറയുന്ന മാഫിയ സംഘത്തിനുണ്ടോ പി വി അൻവർ? അല്ല, അതെന്തോ ആവട്ടെ, നമ്മളൊരു ഓട്ടോറിക്ഷ തട്ടിയാലും മരിക്കില്ലായിരുന്നു. നമ്മളെ ലൈഫിനൊക്കെ എന്ത് വാല്യൂ ഉള്ളത്? ഇറ്റ്സ് എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ആ മരണത്തെ പേടിച്ച് നമ്മൾ ജീവിക്കേണ്ട കാര്യമുണ്ടോ? അതല്ല, അതിനെ പേടിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്കത് തട്ടി നീക്കാൻ കഴിയില്ല. നമ്മൾ മരണം നിശ്ചയിച്ച സമയത്ത് നിങ്ങൾ ആ മരിക്കപ്പെടേണ്ട സ്ഥലത്തേക്ക് നിങ്ങൾ എത്തിപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഖുർആൻ പറയുന്നത്. അതിലൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മുന്നോട്ടോ പിന്നോട്ടോ മാറില്ല എന്ന് എൻ്റെ ഖുർആൻ എന്നെ പഠിപ്പിക്കുക. പിന്നെ ഞാനെന്തിനാണ് ഭയപ്പെടുന്നത്? എൻ്റെ കയ്യിലല്ലല്ലോ ഇതെല്ലാം ആളുകൾ പേടിച്ച് നടക്കുന്നത്. പിന്നെ എനിക്കതിലെന്താ ഭയപ്പെടാനുള്ളത്? അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. എനിക്ക് ഒരു ടെൻഷനുമില്ല. എനിക്കെന്താ വെച്ചാൽ ഞാൻ ലക്ഷ്യം വെച്ച പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാത്തതിലും അതിൻ്റെ അഗ്രസീവ്നെസ്സിലുമാണ് എനിക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ടെൻഷനല്ല, അതിൽ ഞാൻ മെനക്കെടും. ഞാൻ ഉറങ്ങാത്ത ദിവസങ്ങളുണ്ട്. ആകാശം ഇടിഞ്ഞ് വീണാലും ഉറങ്ങുന്ന ആളാണ് ഞാൻ. ആ കിടന്ന ഒരു മിനിറ്റിൽ ഞാൻ ഉറങ്ങും. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ പണി ഇതൊന്ന് കൂട്ടിക്കെട്ടാനുള്ള എൻ്റെ അങ്ങേയറ്റത്തെ പരിശ്രമത്തിന് വേണ്ടിയിട്ട് തല ഓഫാകാറേ ഇല്ല. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വന്ന് കണ്ട് റൂമിലെത്തി 2.5 മണിക്ക് ഞാൻ കിടന്നിട്ട് ഞാൻ ഡൽഹിയിൽ വന്ന് എന്നെ വിളിക്കുമ്പോഴാണ് സുഖമായിട്ട് ഉറങ്ങി ഞാൻ. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അട്ടിമറിച്ച് തുടങ്ങി എന്ന് താങ്കൾക്ക് സൂചന വല്ലതും കിട്ടിയിട്ടുണ്ടോ? താങ്കൾ ഇതങ്ങനെ സൂചിപ്പിച്ചു. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആ ചോദ്യം കൂടി ഒന്ന് ചോദിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതി. അത് സ്വാഭാവികമല്ലേ, ആരായാലും രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തൂലേ? ഇത് അവസാനത്തെ പോക്കെന്നറിയില്ലേ? അപ്പോൾ കുറച്ചെന്തായാലും ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും എന്നതിൽ നിന്നൊക്കെ വിടും. എന്തായാലും അകത്തേക്ക് പോവാണ്. അതിനു മുമ്പ് എന്തെങ്കിലും ആരെയും കയ്യോ കാലോ പിടിച്ചിട്ട് വല്ലതും നടക്കുമോ നോക്കാൻ അത് മനുഷ്യ സഹജമല്ലേ? അതിന് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയുന്നില്ല, സുജിത് ദാസിനെ. അത് മനുഷ്യ സഹജമാണ്.
താങ്ക് യു ശ്രീ പി വി അൻവർ, ഏറെ സമയം ചെലവഴിച്ചതിന്. നമുക്ക് അടുത്ത ഘട്ടത്തിൽ വീണ്ടും കാണാം. ഒന്നാം ഘട്ടം അവസാനിച്ചു, താങ്കളൊരു ചെറിയ ഇടവേളയ്ക്ക് പോവുകയാണെന്നറിയാം. അത് കഴിഞ്ഞ് തിരികെ വരുമ്പോൾ വീണ്ടും നമുക്ക് കാണാം ശ്രീ പി വി അൻവർ. താങ്ക് യു ശ്രീ പി വി അൻവർ. ശ്രീ പി വി അൻവറാണ് നമുക്കൊപ്പം ചേർന്നത്. ഏറെ കാര്യങ്ങൾ പി വി അൻവർ പറഞ്ഞു. ആ കാര്യങ്ങൾക്കെല്ലാം പല ചോദ്യങ്ങൾക്കുമുള്ള വ്യക്തമായ ഉത്തരമാണ് പി വി അൻവർ പ്രേക്ഷക സമൂഹത്തിന് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ഇനി തീരുമാനിക്കേണ്ടതും പ്രേക്ഷകരും പാർട്ടിയും ഒക്കെയാണ്. ഇടതുപക്ഷത്തെ ഒരു വിഭാഗം ആളുകൾ, ഒരു വിഭാഗമല്ല നല്ലൊരു വിഭാഗം ആളുകൾ പി വി അൻവറിനോടൊപ്പമുണ്ട് എന്നുള്ളതാണ്. ഒട്ടേറെ രാഷ്ട്രീയ ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് പിന്നീട് ഉയർത്താവുന്ന രാഷ്ട്രീയ ചോദ്യങ്ങൾ മാത്രം.